السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശന ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് അള്ളാഹുരെ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുക ശ്രമിക്കണു ചൊത്തു നസീഹത്ത് ആക്കിയുള്ള വസിയത്ത് ആക്കിയുള്ള. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾമാരിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിഷയമായിട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്ന ഒരു പലക്കം നിങ്ങൾക്ക് കാണാം. അയാൾ ചൊല്ലുന്ന ഒരു വ്യക്തിയുടെ ഹുസ്നുൽ ഖാത്തിമ ചൊന്നെങ്കിൽ നല്ല മരണ, നല്ല പര്യാവസാനം. അത് എങ്ങനെ സംഭവിക്കുക? അതുക്ക് ചമ്മ കാരണമുണ്ട്, അല്ലെങ്കിൽ അതുക്ക് ചമ്മ ഒരു അസ്ബാബ് ചമ്മ കാരണമുണ്ട് അതുക്ക് സഹായകമാവുക. ആ ഹുസ്നുൽ ഖാത്തിമത്തുക്ക് സഹായകമാവുന്ന ഏറ്റവും വലിയ കാരണം ചൊല്ലത് അവൻ്റെ നിസ്കാരത്തിക്ക്. അവನು നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുക അതനുസരിച്ചിട്ടായിട്ട് അവൻ്റെ മരണം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞങ്ങളെല്ലാവരും നല്ല മരണം ആഗ്രഹിക്കുന്ന ആൾമാർ അല്ലേ? കാരണം മരണം ചൊല്ലത് ഞങ്ങളെ ദുനിയാവുമായിട്ടുള്ള ലാസ്റ്റ് ആ ഒരു മൊമെന്റ് ആയിട്ടിരിക്കും. ആ സന്ദർഭത്തിൽ ഞങ്ങളെ അവസ്ഥ എന്തിനാ? റബ്ബുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ അവസ്ഥ എന്തിനാ? അതായിട്ട് ഹുസ്നുൽ ഖാത്തിമത്ത് ചൊല്ലത്. അപ്പം ഞങ്ങൾക്ക് നല്ല പര്യാവസാനം, നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവണുണ്ടായെങ്കിൽ, ഹുസ്നുൽ ഖാത്തിമത്ത് നല്ല മരണം ഉണ്ടാവണുണ്ടായെങ്കിൽ ഞങ്ങൾ നിസ്കാരം ശരിയായിട്ടിക്കൊണ്ടുണ്ട്. ഏത് അവസ്ഥയിൽ ഞങ്ങൾ മരിക്കാണ്ടായെങ്കിൽ ഒരു നിസ്കാരത്തെ വക്ത് അവിടെ എത്തിയത്, ആ വക്തിലുള്ള നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കാണ്ടുള്ള ഒരു മരണം ഒന്ന് ആലോചനാക്കി നോക്കൂ. ദുഹുറിന്റെ ടൈം ആയിട്ട് നിസ്കരിക്കുക, പള്ളി ഉണ്ട്, ജമാഅത്ത് ടൈമുണ്ട്, എല്ലാം ഉണ്ട്. തെല്ല് പിന്നാക്ക് ലേറ്റായി ആയിട്ട് ദുഹുറിന്റെ ടൈം ഏകദേശം പാതിയായി ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. പള്ളിയുടെ ബാങ്ക് കേട്ട് ജമാഅത്ത് നടന്നൊരു പള്ളിയിൽ നിസ്കരിക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ മരിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആലോചനാക്കി നോക്കൂ. സുബ്ഹാനല്ലാഹ്, എന്തിരേറ്റിക്കോ അവസ്ഥ, ആ മരണം എന്തിരേറ്റിക്കോ, ആ മരിച്ചൽ പിന്നെ അള്ളാഹുരെ ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടേ ഞങ്ങൾ എപ്പം ആലോചനാക്കിരമാ. അപ്പം നിസ്കാരം ഞങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങളെ ആ ഒരു ടൈം ഓരോ വക്ത് മാക്സിമം 15 മിനിറ്റ് അല്ലേ
ಅದರಂಟಿ ಕೊರೋಡಿ ಚಲದು ದುಹುರು ಮಸರಲ್ಲ ಅದರಂಟಿ ಕೊರೋಡಿಯ ಬಂಡೆ ആ ഒരു മാക്സിമം ഉള്ള ആ ഒരു 15 മിനിറ്റ് ടൈം അത് അള്ളാഹുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ആക്കുക തയ്യാറാവും അതിന് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനത്തെ വിഷയമെല്ലാം നിങ്ങൾ പഠിക്കരുത് അതിൽ നിങ്ങൾ ഇവിടെ പഠിക്കുക ഉദ്ദേശിക്കുന്ന വിഷയം നിസ്കാരത്തിൽ ബണ്ടതായ തപ്പ് എന്തെല്ലാം മിസ്റ്റേക്സ് ബണ്ട അപ്പം അതിലെ മിസ്റ്റേക്സ് ചൊന്നുണ്ടെങ്കിൽ എന്തൊരു നിസ്കാരം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കരുത് അതായിട്ട് അതിൻ്റെ ഉദ്ദേശം അത് ചമ്മ വലിയ ലോങ് വിഷയമായിട്ടിക്കരുത് 2 ക്ലാസ് 3 ക്ലാസ് 4 ക്ലാസ്സിലൊന്നും തീരുന്ന വിഷയമല്ല. അപ്പം അതിലെ ഒരു രണ്ടാമത്തെ ഭാഗം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കവർ ആക്കുക. ബാക്കി ഇൻഷാല്ല ഇടയ്ക്ക് ഏതെങ്കിലും ചില ക്ലാസ്സിലെല്ലാം നിങ്ങൾ ഇൻഷാല്ല അത് പഠിക്കുക. അതല്ലെങ്കിൽ അതിക്ക് മാത്രം ഒരു ക്ലാസ് നിങ്ങൾ വെച്ചിട്ട് ഇൻഷാല്ല അത് കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു രൂപം നിങ്ങൾ അതിൽ കാണാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നതിരെ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജമാഅത്തിരെ വിഷയമായിട്ടിക്കറ് ഞാനിവിടെ ചൊന്നത്. അപ്പം ജമാഅത്ത് നിസ്കാര ചൊല്ലത് എന്തിനായിട്ടിക്കറ് അത് കമ്പൽസറി ആയിട്ടിക്കറ്. എവിടത്തോളോ ജമാഅത്ത് നിസ്കാര ചൊല്ലത് ചില ആൾമാർ മനസ്സിലാക്കിയത് അങ്ങ സഫറിൽ നിന്നെങ്കിൽ ജമാഅത്ത് നിസ്കാരം എന്തില്ല വേണ്ടാണ്ട് ചില ആൾമാർ മനസ്സിലാക്കുന്നത്. സഫറിൽ നിന്നെങ്കിൽ നിസ്കാര ജമാക്ക കസറാക്ക ಹಂಗೆ ಜಮಾತ್ ನಿಸ್ಕಾರ ಸಫರ್ಲಿಂದಂಗೂ ಎಂದ್ರೆ ಇಟ್ಟಿಕ್ಕರು ಅದು അവിടെ നിർബന്ധമായിട്ടിക്കറ് സഫറിലിന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ പരിശ്രമിക്കണോ ചൊല്ലത് ഇട്ടിക്കറ്. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇപ്പം ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊരു വിഷയം ചൊന്നത് ഞങ്ങൾ സഫറിലുള്ള ഒരു റായത്ത് ലുഹുറെ ബാങ്ക് ഞങ്ങൾക്ക് കേട്ടിട്ട് ഞങ്ങൾ ജമ്മുവും കസറുമായിട്ട് നിസ്കരിക്കുക ഞങ്ങൾ ഉദ്ദേശിച്ചറ അസറെ ടൈമിൽ ജമ്മു കസറാക്കിയിട്ട് ലുഹുർ അസറ് നിസ്കരിക്കാണ്ട് ഞങ്ങൾ പ്ലാൻ ആക്കി. അപ്പോൾ ലുഹുറെ ബാങ്ക് കൊടുത്തെങ്കിൽ ഉലമാക്കന്മാർ ചൊല്ലത് ആ ബാങ്ക് എന്താക്കണം ഇജാബത്ത് കൊടുക്കണം. പള്ളിയിൽ പോയിട്ട് ഇമാമറൊട്ടിക അവിടെ ഇമാമറൊട്ടിക ഞങ്ങൾ എന്താക്കണം ലുഹുർ നിസ്കരിക്കണേ. പിന്നെ അസറ് ജണ്ടറാക്കാത്ത നിസ്കരിക്കാം, അസറ് കസറാക്കാം. പിന്നെ അസറിന്റെ ടൈമിൽ ബാങ്ക് കൊടുത്ത പിന്നെ എന്താക്കണ്ട പിന്നെ ജവാബ് കൊടുക്കണ്ട. കാരണം ഓൾറെഡി ഞങ്ങൾ എന്താക്കിട്ടേ അസർ നിസ്കരിച്ചു. മാത്രം ഫസ്റ്റ് വക്തര നിസ്കാര ബാങ്ക് കേട്ടെങ്കിൽ അവിടെ എന്താക്കണം ഇജാബത്ത് നോക്കണം. അത് നിങ്ങൾ സഫറിലല്ലേ ചൊന്തു അവിടെ. അപ്പം അത്രയും മൈന്യൂട്ടായി അപ്പം അത്രയും ജമാഅത്ത് എന്തുണ്ട് പ്രാധാന്യത്തിൽ. ಅದಕ್ಕೆ ನಾವು ಉದಾಹರಣೆ ചൊന്ന യുദ്ധത്തെ സന്ദർഭത്തിൽ പോലും ഇസ്ലാം എന്താക്കിയത് നിസ്കാര പടിപ്പാട്ടി. ആ നിസ്കാരം എന്തിലെ നിസ്കാരമായിട്ടിക്കറ് അത് ജമാഅത്തായ എനിക്കത്തെ നിസ്കാരമായിട്ടിക്കറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു യുദ്ധത്തെ സന്ദർഭത്തിൽ. അത് മക്കത്തെ മുശ്രിക്കരങ്ങ മുസ്ലിമരങ്ങളെ അറ്റാക്ക് ആക്കിയ ആ ഒരു യുദ്ധത്തെ സന്ദർഭത്തിൽ അങ്ങ് പ്ലാൻ ഉണ്ടായിരുന്നു. എന്തിന് ഇങ്ങനെ അങ്ങ് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്താക്കാം അറ്റാക്ക് ആക്കാണ്ട്. കാരണം അങ്ങ് നിസ്കാരത്തിക്ക് എൻറ്റർ ആയെങ്കിൽ പിന്നെ എന്തില്ല അങ്ങക്ക് ദുനിയാവും പിന്നെ എന്തും അങ്ങനെ മനസ്സിലിക്കില്ല. അപ്പം നിസ്കരിക്കുമ്പോൾ അങ്ങ് എന്താക്കാം അങ്ങനെ അറ്റാക്ക് ആക്കാണ്ട്. അങ്ങനെ ബന്ധു നോക്കുമ്പോൾ അങ്ങനെ നിസ്കാരം എന്തിന് ഫസ്റ്റ് സൊഫ് സുജൂത് പോകുമ്പോൾ രണ്ടാമത്തെ സൊഫ് എന്തിനുണ്ടോ അവിടെ പ്രൊട്ടക്ഷൻ കൊണ്ട്. അപ്പം ഞാൻ ചൊന്നത് യുദ്ധത്തെ സന്ദർഭത്തിൽ പോലും ഇസ്ലാം എന്താക്കിയത് ജമാഅത്ത് നിസ്കാര ചൊല്ലതിരെ പ്രാധാന്യത്തെ അവിടെ നിങ്ങൾക്ക് പഠിപ്പാട്ടിത്തണ്ട്. അപ്പോൾ ഇവിടെ സഫറിൽ അതൊരു വിഷയം ഇവിടെ ആഡ് ആക്കുകയുള്ളത്. സഫറിൽ ജമ്മു കസറാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു വിഷയ. അപ്പം ഞങ്ങൾ ഒരു ഇമാമരെ ബാക്കിൽ ഞങ്ങൾ നിസ്കരിക്കാം. ആ ഇമാമു ഇപ്പം ഞങ്ങൾ ലുഹുർ നിസ്കരിക്കണം. ഒരു ഇമാമരെ ബാക്കിൽ ഒരു റായത്ത് ഞങ്ങൾ പള്ളിക്ക് പോയാൽ ഇമാമ് നിസ്കരിച്ചുകൊണ്ട്. അപ്പോൾ ആ ഇമാമരെ ബാക്കിൽ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ ഇമാമു 4 റക്കാത്ത് നിസ്കരിക്കുന്ന ആളുണ്ടായെങ്കിൽ ഞങ്ങൾ സഫറിൽ നിന്നെങ്കിൽ ഞങ്ങൾ എത്ര റക്കാത്ത് നിസ്കരിക്കണം? ഞങ്ങൾ 4 റക്കാത്ത് നിസ്കരിക്കണം. ഇനി ആ ഇമാമിട്ട ഞങ്ങൾ പോകുമ്പോൾ ഓൾറെഡി ആ ഇമാമു 2 റക്കാത്ത് നിസ്കരിച്ചിട്ടായിരുന്നു. ആ ഇമാമറൊട്ടിക്ക് ഞങ്ങൾക്ക് കാലി 2 റക്കാത്ത് കിട്ടില്ല. അപ്പണ്ടേ എന്താക്കണം അപ്പം അങ്ങനെ ആയെങ്കിലും എത്രമേ നിസ്കരിക്കണം? 4 റക്കാത്ത് നിസ്കരിക്കണം. അപ്പം ഇമാമ് എത്ര നിസ്കരിക്കുക അത്രമേ മഅ്മൂമും നിസ്കരിക്കണം. അതിൽ പിന്നെ പണ്ഡിതന്മാർ എക്സ്ക്യൂസ് ഉള്ളത് മഗ്രിബ് നിസ്കാരത്തിലായിട്ട് പിന്നെ അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അതായത് ഞങ്ങിപ്പോൾ ഒരു പള്ളിയിൽ മഗ്രിബ് നിസ്കരിച്ച ജമാഅത്തായിട്ട് മഗ്രിബ് നിസ്കരിച്ച ബാക്കിൽ രണ്ടാമത്തെ ഒരു ജമാഅത്ത് സ്റ്റാർട്ട് ആയിട്ട് അപ്പോൾ ആ രണ്ടാമത്തെ ജമാഅത്തിലെ ഫസ്റ്റ് റക്കാത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഇമാമറൊട്ടിക്ക് 2 റക്കാത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇഷായര നീയത്തിൽ ഞങ്ങൾ നിസ്കരിച്ചെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ഇഷായ എത്ര നിസ്കരിച്ച മയ്യാവും? 2 റക്കാത്ത് നിസ്കരിച്ച മയ്യാവും. മാത്രം ഇമാമു 4 നിസ്കരിക്കുക. ഞങ്ങളെ വക്തും ഇമാമര വക്തും ഒരേ വക്തിലുണ്ട്. ഞങ്ങൾക്കും ദുഹർ ഇമാമർതും ദുഹർ. ഇമാമു 4 നിസ്കരിക്കണമെങ്കിൽ ഞങ്ങൾ എത്ര നിസ്കരിക്കണം? അപ്പം ഞങ്ങൾ നീയത്ത് നിസ്കരിക്കുമ്പോൾ നീയത്ത് വയ്ക്കണമല്ലേ. അപ്പം ആ നീയത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണമായത് ഞങ്ങൾ ഒരു പള്ളി ഒരു ഇമാമുള്ള റാത്തിബായി ഇമാമുള്ള ഒരു പള്ളിയിലായിട്ടിക്കറ ഞങ്ങൾ നിസ്കരിക്കലുണ്ട്. ഞങ്ങൾ നീയത്ത് വയ്ക്കുമ്പോഴത്തേക്ക് എന്തിനാ നീയത്ത് വയ്ക്കണം?
4 റക്അത്തിന് നിയത്തേ ബൈക്കോളൂ. ഞങ്ങൾ നിയത്ത് വെച്ചാൽ പിന്നെ അയാൾ 2 റക്അത്ത് സ്കെച്ച് സലാം വീട്ടിയോ എന്തെങ്കിലും ഞങ്ങൾ എത്ര കംപ്ലീറ്റ് ആക്കണം? 4 ഞങ്ങൾ കംപ്ലീറ്റ് ആക്കണം. റാത്തിബായ ഒരു ഇമാം ഉള്ള ജാഗറ്റ് അങ്ങനത്തെ അല്ല, ഒരു യാറത്തെ സഫർ ആൾമാർ നിസ്കരിക്കുന്ന ജാഗ ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് എന്താക്കാം, കസർ നിയത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ചൊല്ലാം. അപ്പം ജമാഅത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിക്കത്തെ ഒരു വിഷയമായിട്ടിരിക്കും. ഇൻഷാല്ല അതിൽ ഒരു 2 പോയിന്റ് ചൊന്നിട്ട് മാത്രം ബാക്കി ഇൻഷാല്ല ഞങ്ങൾ പിന്നെ അതിൽ ഓരോ ടോപ്പിക്ക് വരുമ്പോൾ ഞങ്ങൾ അത് ആഡ് ആക്കാം. ഇനി സഹോദരന്മാരെ കൂടെ ഞങ്ങൾ ഗൗരവത്തിൽ നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കണേ. ഞങ്ങൾ നിസ്കാരത്തെ വക്ത് ഞങ്ങൾ പഠിച്ച, അതേപോലെ ജമാഅത്ത് ഞങ്ങൾ പഠിച്ച. മൂന്നാമത്തേത് നിസ്കാരത്തെ വിഷയത്തിൽ ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കണമായത് ഞങ്ങളെ ഡ്രസ്സിങ് ആയിട്ടിരിക്കും. അത് ഭാരി ഗൗരവമുള്ളെങ്കത്തെ നിസ്കാരത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടിരിക്കും. അതിൽ ഒന്നാമത്തേത് ടൈറ്റായത്തെ ഡ്രസ്സ് ഇടേ ചൊല്ലത്. ടൈറ്റായിട്ട് എവിടത്തോളോ അല്ലത് ഈ തസിഫുൽ ഔറ, ഒരു ആണാവട്ട് പെണ്ണാവട്ട് അവൻ്റെ ഔറത്ത് പർത്ത് കാണ്ട പോലത്തെ ഡ്രസ്സ് കൊണ്ട് നിസ്കരിക്കരേ ചൊല്ലത് എതിരായിട്ടിക്കറ്. അത് പാടില്ലാത്തതായിട്ടിക്കറ്. ഒരു ആൻ്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഡ്രസ്സ് ഇടരുതേ എന്തിനായിട്ടിക്കറ്, തപ്പായിട്ടിക്കറ്. ഉലമാക്കന്മാർ ചൊല്ലുന്ന ഒരു പലക്ക കാണാം. ഉലമാക്കന്മാർ ചൊല്ലും ഒമിനൽ അജബ്, ഒരു അത്ഭുതകരമായ വിഷയമായിട്ടിക്കറ്. എന്തിരെ അന്ന കസീറം മിന ഷബാബിൽ മുസ്ലിം, ചമ്മത്തെ മുസ്ലിം ബാലക്കാരന്മാർ യുൻകിറു അലൻ നിസാഇ ലിബാസഹുന്ന ദയീഖ്, പെണ്ണിങ്ങ ടൈറ്റായ ഡ്രസ്സ് ഇട്ടതിൽ എന്താക്കാറ്, എതിർക്കാറ്. അബ്ബ പെൺമക്ക ടൈറ്റായ ഡ്രസ്സ് ഇട്ടതിൽ, ആംഗലമാർ പെങ്ങന്മാർ ടൈറ്റായ ഡ്രസ്സ് ഇട്ടതിൽ എന്താക്കാറ്, എതിർക്കാറ്. പെഞ്ഞായി ടൈറ്റായ ഡ്രസ്സ് ഇടോക്തീര ആയെങ്കില എന്തുകൊണ്ടിട്ടു അതാങ്ങളെ ഔറത്ത് കണ്ടിട്ട് ആയെങ്കില വഹാദ ഷബാബു വഹാദ ഷാബു യൻസാ നഫ്സഹു, ആയെങ്കില അവനവൻ്റെ സ്വന്തത്തെ മറന്നിരാട്ട് അവನು ടൈറ്റായ ഡ്രസ്സ് ഇടാം. അപ്പൊ ഈ ടൈറ്റായ ഡ്രസ്സ് ഇടോക്ക് തീരാ ചൊല്ലത് ആർക്ക് മാത്രം ബാധകമായ ഒന്നല്ല, അത് പെണ്ണുക്ക് മാത്രം ബാധകമായ ഒന്നല്ല, ആണുക്കും അതെന്തരായിട്ടിക്കറ് ബാധകമായിട്ടിക്കറ് ചൊല്ലത്. അതായിട്ടിക്കറ് ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാട്ടെ. അതെ അതിൽ പിന്നെ ബാക്കി അങ്ങ് ചൊല്ലറ് എതിരെ വലാ ഫർഖ ബൈനൽ മർഅത്തില്ലത്തി തൽബിസു ലിബാസു ദയ്യിഖി വറജുൽ, ഈ ദയ്യിഖ് കുടുസായക്ക് ടൈറ്റ് ഡ്രസ്സ് ഇട്ടേ ചൊല്ലതിൽ ആണുക്കും പെണ്ണുക്കും എന്തിരില്ല, ഡിഫറൻസ് ഇല്ല. ജണ്ടാളുകും ഒരേ ഹുക്കുമായിട്ടിക്കറ് ചൊല്ലതായിട്ടിക്കറൂടെ നമുക്ക് പഠിപ്പാട്ടുള്ളത്. അതിൽ പാൻറ്റ് ഇടുമ്പത്തുക്കും അതുകൊണ്ടേറ്റിക്കർ ചില ഉലമാക്കന്മാർ പാൻറ്റ് ഇട്ടതിൽ എന്താക്കിറാറ്, ചില ഉലമാക്കന്മാർ അത് പാൻറ്റ് ഇട കുത്തി പിന്നെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം ചൊന്നറ മാത്രം അത് ഞങ്ങൾ റായത്തൊരു ഡ്രസ്സായിട്ടിക്കറ്, അതെന്തിരല്ല ഹറാമ കറാഹത്ത എന്തുമല്ല. മാത്രം അവിടെ ഇത് ഞങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. എപ്പോഴും ഞങ്ങളെ ശരീരത്തെ ഭാഗ പർത്ത് കാണ്ട രൂപത്തിൽ ഏതുപോലെ ഞങ്ങൾ ഇവിടെ ഈ ചൊന്ന ഉദാഹരണം ഏത് പെണ്ണിങ്ങ ഇങ്ങനത്തെ ടൈറ്റ് ഡ്രസ്സ് ഇട്ടതിൽ എന്തൊക്കെ ഞങ്ങൾ എതിർக்கிறோமா, അതേ കാരണം ഞങ്ങൾ ഡ്രസ്സ് ഇട്ടെങ്കിൽ ഉണ്ടാവുണ്ടായെങ്കിൽ അവിടെ എന്തിട്ടിക്കറ് സെയിം ഹുക്കുമായിട്ടിക്കറ്. അപ്പൊ അതിൽ നിസ്കരിക്കുമ്പോഴത്തേക്ക് ആ നിസ്കാരത്തെ എന്താ ഉള്ളത്, അത് ഞങ്ങളെ നിസ്കാരത്തെ ബാധിക്കറ് ചൊല്ലത് ഞങ്ങളുടെ മനസ്സിലാക്കണായിട്ടിക്കറ്. ഇനി അതേപോലെ ഇനി ടൈറ്റായ ഡ്രസ്സല്ല, സാധാരണ ഡ്രസ്സേ ഞങ്ങളെ ഔറത്ര ഉൾഗത്തെ ഭാഗ പർത്ത് കാണ്ട പോലത്തെ ഡ്രസ്സ് എന്താ ഞങ്ങൾ ചൊല്ലി ചമ്മ ട്രാൻസ്പെറൻ്റ് ആയ ഡ്രസ്സ് ഇക്കറല്ലേ, അങ്ങനത്തെ ഡ്രസ്സും നിസ്കാരത്തെ ബാധിക്കറ്. ഏതുപോലെ ഉറങ്ങുമ്പോൾ ഇട പോലത്തെ ഡ്രസ്സ്, കിടക്കുമ്പോൾ ഇട ഡ്രസ്സ്, ചില ആൾമാർ പജർ പള്ളി പോകുമ്പോൾ അതേ ഡ്രസ്സ് എടുത്തോണ്ടു ചില ആൾമാർ എന്താക്കാറ് പള്ളിക്ക് പോണ്ടാറ്. അല്ലെങ്കിൽ ഞങ്ങൾ സുജൂതുക്ക് പോയെങ്കിൽ ഞങ്ങൾ ഔറത്ര ഭാഗമല്ല കാണ്ട പോലത്തെ ഡ്രസ്സ്, കാരണം ഒരു തുണി മാത്രം കൊടുത്താൽ ബാക്കി അതിരെ ഉൾഗന്ധം ഇടാത്ത പോലത്തെ ഡ്രസ്സ്. അപ്പൊ അതല്ല നിസ്കാരത്തിന് എന്തരല്ല ഞങ്ങൾ ഇടകുത്തീറ. നിസ്കരിക്കുമ്പോഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ ചന്തത്തിൽ നിങ്ങൾ പോറൂട്ട് അല്ലെ. അള്ളാഹുരെ മുട്ടായിട്ടിക്കറ് ഞങ്ങൾ നിൽക്കുക പോണ്ടേ. ഞങ്ങൾ ഒരു നല്ലൊരു ഗസ്റ്റിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഒട്രാസി ഉറങ്ങുമ്പോൾ ഇട്ട ഡ്രസ്സെല്ലാം ഇട്ട് ഞങ്ങൾ പോകണ്ടമോ ഇല്ല. അപ്പൊ പള്ളിക്ക് പോകുമ്പോഴത്തേക്കും എന്തര പോണു, ചന്തത്തിൽ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇട്ടിക്കൊണ്ട് ഞങ്ങൾ എന്താവണായത്, ഞങ്ങൾ പള്ളിക്ക് പോകണായത് ചൊന്തയിട്ടിക്കറ്. ഏതാ ഇത് പണ്ഡിതന്മാർ ചൊല്ലത്, ഇത് ആണുകും പെണ്ണുകും ഇത് ബാധകമായിട്ടിക്കറ്. ഒർത്തനെ നിസ്കരിക്കരെങ്കും ജമാഅത്തായി നിസ്കരിക്കരെങ്കും ഇത് ബാധകമായിട്ടിക്കറ്. ഇവിടെ പള്ളിയിലുണ്ടല്ലോ ചൊന്ന, അപ്പൊ ആ പള്ളിയിലല്ല നാ ഔത്ത് നിസ്കരിക്കറേണ്ട്. ഔത്ത് നിസ്കരിക്കുമ്പോൾ ഏത് ഡ്രസ്സ് ഇടാണ്ട, അല്ല ഔത്ത് നിസ്കരിക്കുമ്പോഴത്തേക്കും ഇതെന്തരായിട്ടിക്കറ് ബാധകമായിട്ടിക്കറ്. അപ്പൊ അതുകൊണ്ടിട്ടും അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണു. ചില ഡ്രസ്സെല്ലാം ഇട്ടെങ്കിൽ ഔറത്ത് എന്താവും പർത്തുക്കാണ്ട്, ചില പാൻറ്റ് ഇട്ടെങ്കിൽ ബനിയാന് മേലവറും അല്ലെ, ബനിയാന് മേലെങ്കിൽ എന്തായിട്ട് പാൻറ്റ് കീഴുണ്ടു ബനിയാന് മേലെങ്കിൽ സ്വാഭാവികമായിട്ടും ഔറത്ത് പർത്തുക്കാണ്ട് അല്ലേ. അപ്പം അത് ഞങ്ങളെ നിസ്കാരത്തെ ബാധിക്കരു ചൊല്ലത് ഞങ്ങളുടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ
മനസ്സിലാക്കണം. അപ്പം ഔറത്ത് മറക്കര് ചൊല്ലി നിസ്കാരത്തെ ഭാഗം സ്വാഭാവികമായിട്ട് നമുക്ക് അത് ഗൊന്തുണ്ട്. അപ്പം അത് ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങളെ നിസ്കാരം എന്താ പറയുക ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ഞങ്ങൾ അലക്ക ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ നിസ്കാരം പോലും ബാത്തിലാവുള്ള സാധ്യത ഉണ്ടു ചൊല്ലിട്ട് ഞങ്ങൾ കൂടെ മനസ്സിലാക്കണേറ്റിക്കർ. അപ്പം അതൊരു പ്രധാനപ്പെട്ടതായ വിഷയറ്റിക്കർ. ഇനി നെക്സ്റ്റ് വിഷയം അതിന് ഒട്ടികമേ ഉള്ള പിന്നൊരു വിഷയറ്റിക്കർ നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ടിട്ട് നെര്യാണിക്ക് കീഴിൽ പാൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സായിട്ടിട്ട് നിസ്കരിക്കുന്നതായ അൽമാർ. ഇതിൽ മുന്നോല് ചൊന്നതിൽ പെണ്ണിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയം പെട്ടെതിൽ പെണ്ണിങ്ങക്ക് നിസ്കാരത്തിൽ നിശ്ചയിച്ചതായ ഔറത്ര ഭാഗമുണ്ട്. എന്തൊരു ഔറത്ര ഭാഗ അങ്ങനെ മുഖവും മുങ്കൈയല്ലാത്ത എല്ലാം എന്തിരേറ്റിക്കറ് ഔറത്തേറ്റിക്കറ്. അങ്ങനെ കാലും എന്തിരേറ്റിക്കറ് ഔറത്തേറ്റിക്കറ്. അത് ഹജ്ജര സന്ദർഭത്തിൽ ഉംറത്തെ സന്ദർഭത്തിൽ ചില ആൾമാർ കൈയെല്ലാം കവറാക്കാറ്, കാല് ചില ആൾമാർ എന്താക്കില്ല കവറാക്കില്ല. ഇനി കാല് കവറാക്കിയെങ്കും ചില സോക്സ് എല്ലാം ഉണ്ട്. എന്തിനാ കാലിൻ്റെ ഉൾഗത്തെല്ലാം പറത്ത് കാണ്ട പോലത്തെ നല്ല എന്തിനാ ചൊല്ലേ ട്രാൻസ്പെറൻ്റ് ആയ എനിക്കത്തെ ഭയങ്കര ഇതായ സോക്സ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നിസ്കാരത്തെ ബാധിക്കരുതായിട്ടിക്കരുത്. അത് ഞങ്ങളെ സോക്സിക്ക് തടവുര സന്ദർഭത്തിലും അതെന്താവും ബാധിക്കരുത്. അലക്ക എന്തിനാ ചൊല്ലി മെത്തര ಅದಕ್ಕೆ എന്തെങ്കിലും ഒരു പേരുണ്ട്, ട്രാൻസ്പെറൻ്റ് അല്ല വേറൊരു പേരുണ്ട് ആ സോക്സിക്ക്. അപ്പം അങ്ങനത്തെ സോക്സും എന്തിനാ ഇട്ടിക്കുന്നതിനെ ബാധിക്കരുത് ചൊല്ലിട്ട് ഞങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പെണ്ണിങ്ങ നിസ്കരിക്കുമ്പോൾ ഒന്നെങ്കിൽ സോക്സ് അല്ലെങ്കിൽ ഞങ്ങളെ ഔത്തല്ല പെണ്ണിങ്ങ യൂസ് ആക്കുന്ന പോലെ ഞങ്ങളെ ലോങ് എന്തിനാ ചൊല്ലേ ഇതുണ്ടല്ലേ പിന്നെ നിസ്കാര കപ്പൽ ഇന്നെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ സോക്സ് ഇട്ടിട്ടെങ്കിൽ എന്താക്കണം അങ്ങ് ഔറത്തിനെ അങ്ങ് ക്ലോസ് ആക്കണം, അല്ലെങ്കിൽ ഔറത്ത് മറയില്ല. ഇത് പെണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് ഇത് ഹജ്ജിലും ഉംറത്തിലും ഇതേ ഹുക്കുമ് പ്രത്യേകമായിട്ടൂടെ ബാധകമാണ്. നെക്സ്റ്റ് ഇതായിട്ടിക്കറ് നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ട് നിസ്കരിക്കുന്ന ചൊല്ലി ഇതെല്ലാം ഗൗരവമുള്ള വിഷയമായിട്ടിക്കറ്. ഇത് ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ട്, മാത്രം യാരത്തെ ആൾമാർ നിസ്കരിക്കും എന്താക്കില്ല ശ്രദ്ധിക്കില്ല, ഒട്രാസിയ അപ്പുറ ഇപ്പുറ അല്ല. ഇത് നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട മാത്രം എല്ലാ സന്ദർഭത്തിലും ഗൗരവത്തിൽ പാലിക്കുന്ന വിഷയമായിട്ടിക്കറ് ടൈറ്റ് ഡ്രസ്സ് ഇട്ടതല്ല. ഇനി നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചൊന്ന് ഒരു വ്യക്തി പള്ളിയിൽ വന്ന് നിസ്കരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. അയാൾ യുസല്ലി മുസ്ബിലൻ ഇസാറഹു, അയാളുടെ ഡ്രസ്സ് നെര്യാണിക്ക് കീഴിൽ അങ്ങനെ പള്ളിയിൽ വന്ന് അയാൾ നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടുത്ത് ഇദ്ഹബ് ഫതവദ്ദ, നീ പോയിട്ട് ഉദു എടുത്തു. അയാൾ പോയിട്ട് ഉദു എടുത്തിട്ട് ബദൽ അയാളുടെ അടുത്ത് ഇദ്ഹബ് ഫതവദ്ദ, നീ പോയിട്ട് ഉദു എടുത്തു ബാണ്ട്. അപ്പം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറി യാ റസൂലല്ലാ. വേറൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറി യാ റസൂലല്ലാ മാലക അമർത്തഹു അൻ യതവദ്ദ. അയാൾ ഉദു എടുത്തിട്ട് വന്നേ ഓൾറെഡി ഉറക്കം നിസ്കരിച്ചാൽ അയാളുടെ ബദൽ ഉദു എടുത്തിട്ട് ബദൽ വന്ന് നിസ്കരിക്കൂ നിങ്ങൾ ചൊന്നാറ്. അയാൾ ഉറക്ക ഉദു എടുത്ത് വന്നിട്ട് നിങ്ങളുടെ വന്നപ്പോൾ ബദൽ എന്തിനാക്കിയാറ് നിങ്ങൾ അയാളുടെ ഉദു എടുത്ത് പറ ചൊന്നാറ്. എന്തിനാ ಅದಕ್ಕೆ ಕಾರಣ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെൽനാര മുണ്ട തെച്ചിത്തുന്തു ഇന്നഹു കാന യുസല്ലി വഹുവ മുസ്ബിലുൻ നിസാറഹു. അയാൾ നിസ്കരിക്കും അയാളുടെ ഡ്രസ്സ് എവിടെയിട്ട് നെര്യാണിക്ക് കീഴിൽ. വഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറഹു, നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ട് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം അള്ളാഹു എന്തിനാക്കില്ല സ്വീകരിക്കില്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അയാളിട്ട ഡയറക്റ്റ് ചൊല്ലതിരാണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്നവരോട് ചില ഉലമാക്കന്മാർ ചൊല്ലാറ് അവിടെ വേറെ എല്ലാവരും ഇന്നാണ്. അപ്പം എല്ലാവരും മുട്ട നിന്റെ പാൻറ്റ് നെര്യാണി കീഴുണ്ടു ചൊന്ത അവൻ്റെ ആക്കറதுக்கு ബദൽ നബി സംഗന്താക്കിത്ത് ಅವ್ನು ചണ്ടുപട്ട് ഉദു എടുത്ത് പറട്ട് അപ്പം അവൻ്റെ പാൻറ്റ് കാൽ കൽക്കുമ്പോൾ പാൻറ്റ് ശ്രദ്ധിച്ചിട്ട് മേലാക്കുമല്ലേ ചൊന്ത അവൻ്റെ ജണ്ടുപട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് ഉദു എടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ തപ്പാക്കി അയാളുടെ കറക്ഷൻ ആക്കുന്നതിന് ഒരു രീതിയായിട്ടിക്കറ്. അല്ലാണ്ട് എല്ലാവരും മുട്ട പബ്ലിക്കായിട്ട് നീ എന്തല്ല നെര്യാണിത്തിൽ മേലാക്കലാണ്ട് പബ്ലിക്കായിട്ട് ചൊല്ലാറ്. അതുകൊണ്ട് മാന്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജണ്ടുപട്ട് ഉദു എടുക്കുക കുറച്ച് തപ്പങ്ങ അവൻ എന്താക്കോ ചിലപ്പോൾ കാൽ കൽക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് കീഴുണ്ടല്ലേ ചിലപ്പോൾ അവൻ ശ്രദ്ധിക്കട്ടുണ്ട്. അപ്പം ഏതായെങ്കിൽ കൂടെ ഞങ്ങൾ വിഷയം തരേ ഒരാൾ നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ടിട്ട് നിസ്കരിച്ചിട്ടായെങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇതൊരു വിഷയത്തിൽ ഗൗരവമായ എനിക്കത്തെ നെര്യാണി കീഴിൽ ഡ്രസ്സ് ഇട്ടതിന് ഹദീസ് വേറമേ ഉണ്ടു. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒന്ന് രണ്ട് ഹദീസ് നോക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോഴത്തേക്കും നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ നിസ്കാരത്തെ വിഷയത്തിലെ ഗൗരവമില്ല ചമ്മ ഹദീസ് വന്നു. ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ യൻദുറുല്ലാഹു ഇലാ സ്വലാത്തി റജുലി, അല്ലാഹു ഒരു വ്യക്തിയുടെ നിസ്കാരത്തിക്ക് നോക്കുകയില്ലാണ്ട് ഒരു വ്യക്തിയുടെ നിസ്കാരം അല്ലാഹു നോക്കുകയില്ല. എങ്ങനത്തെ വ്യക്തി യജുറു ഇസാറഹു, അവൻ്റെ ഡ്രസ്സിൽ അവന് വലിച്ചു വന്നു ഇക്കറാട്ട് അങ്ങനെ വന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തിക്ക് എന്താക്കില്ല അല്ലാഹു
നോക്കുരേ ഇല്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു ഹദീസുണ്ട്. പിന്നെ ഒരു ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഒരാള് അവന്റെ നിസ്കാരത്തെ ഒരാൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അഹങ്കാര കൊണ്ടിട്ടോ നിര്യാണിക്ക് കീഴിൽ അവನು ಡ್ರೆಸ್ ಇಟ್ಟಂಟಾയെങ്കിൽ ಅವನಿಗೆ ഒരു കൂലിയും ഇല്ലാണ്ട് ಅವನಿಗೂ ഹലാൽ ಅವನು ಹಿಲ್ಲಲಿಕ್ಕಟ್ಟೆ ಹರಾಮ್ಲಿಕ್ಕಟ್ಟೆ ಅಥವಾ ಅವನು ഇഹ്റാമിലിന്നെങ്കും ഇഹ്റാം അല്ലാത്ത സന്ദർഭത്തിൽ ഇന്നെങ്കും അവനിಗೂ ഒരു കൂലിയും ഇല്ല. അപ്പൊ നിര്യാണിക്ക് കീഴിൽ ഡ്രസ് ഇട്ടേ ചൊല്ലത് ഉണ്ട് മുസ്ലിം സമുദായത്തിൽ ബാലക്കാരന്മാരിൽ എന്തായത് ഒരു കോമൺ ആയ എനിക്കത്തെ ഒരു വിഷയം ಭಾರಿ ಕಾಮನ್ ಆയിട്ട് ಕಾಂಡಾರ ಮಾತ್ರ ಇಸ್ಲಾಂಲ್ ಅಂದ್ರೆ ಇಟ್ಟಿಕ್ಕರು ಭಾರಿ ಗೌರವ ಉಳ್ಳದಾಯ ഒരു ವಿಷಯ ಇಟ್ಟಿಕ್ಕರು ನೋಕೋರು ನಿಂಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆ ವಿಷಯത്തിൽ ചൊന്നെ ചില ഹദീസെല്ലാം നമുക്ക് ഗൊಂತುಂಡಲ್ಲ ಅಂದ್ರೆ ಮಾ ಅಸ್ಫಲ ಮಿನಲ್ ಕಅಬೈನಿ ಫಹುವ ಫಿನ್ನಾರ್ ಎರಿಯಾನಿಗೆ ಕೀಳು ಡ್ರೆಸ್ ಇಟ್ಟಿಂಗ ಆ ಅಂದ್ರೆ ಇಟ್ಟಿಕ್கிறது ಆ ಭಾಗ ನರಕത്തിൽ ಇಟ್ಟಿಕ್ಕರು ಚೊಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ചൊന്നത്. ಬೇರೆയും ഹദീസിൽ നോಕೋರು 3 ವಿಭಾಗ ಆಲ್ಮಾರ್ ಪಾಟಿ ಈ ചൊന്ന ഹദീസ് ആಂಟಿ ಗೌರವ ಉಳ್ಳ ಹದೀಸ್ ಇಟ್ಟಿಕ್ಕರು ಇಪ್ಪ ನಾ ಚೊಲ್ಲೋಗೊಂಡು 3 വിഭാഗ ആൾമാർ ലാ യുകല്ലിമുഹുമുല്ലാഹ് അല്ലാഹു അങ്ങൾട്ട നാളെ പരലോകത്ത് മുണ്ടേ ഇല്ലാണ്ട് മാത്രമല്ല വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു അങ്ങളെ മോത്തിಗೆ നോക്കില്ലാണ്ട്. സുബ്ഹാനല്ലാഹ് നോക്കൂ അല്ലാഹുരെ കരുണ അല്ലാഹു കാരുണ്യ കൊണ്ടിട്ട് നോക്കണായക്കത്തെ ഒരു ലോക ഒരു സന്ദർഭം ഇട്ടിക്കുന്നത് പരലോക ചൊല്ലത് അല്ലേ. അല്ലാഹുരെ കരുണരെ നോട്ട കിട്ടിയില്ലെങ്കിൽ പരലോകത്തൊരു മനുഷ്യರ അവസ്ഥ എന്തിന്. അപ്പൊ ഈ വ്യക്തിരെ അള്ളാഹു നോക്കുകയില്ലാണ്ട് വലാ യുകല്ലിമുഹുമുല്ലാഹ് അള്ളാഹു അവണ്ടട്ട മുണ്ടയില്ലാണ്ട്. സുബ്ഹാനല്ലാഹ് ഏത് വലാ യുസക്കീഹിം അവന്റെ അള്ളാഹു പരലോകത്ത് ശുദ്ധിയാക്കില്ല സംസ്കരിക്കില്ലാണ്ട്. അതായത് ചില ആൾമാർ അള്ളാഹു എന്താക്കുക അങ്ങനെ അദാബും മഗ്ഫിറ തപ്പ് എല്ലാം ഇന്നെങ്കും അങ്ങനെ നരകത്ത് കടത്തിലേക്ക് മുന്നുള്ള അങ്ങനെ തപ്പുര മാഫാക്കിയിട്ട് അല്ല ചില ആൾമാർ എന്താക്കുക സുഹൃത്ത് നരകത്തേക്ക് പോയിട്ട് രക്ഷപ്പെട്ടു നരകത്തേക്ക് പോണ്ടേക്ക് മുന്നലേ ചില ആൾമാർ അള്ളാഹു എന്താക്കുക സ്വർഗത്തേക്ക് അടുത്തറ അല്ലേ. ചില ആൾമാർ ഉള്ളാർ അങ്ങനെ ചെറിയ തപ്പ് മാത്രം അള്ളാഹു നോക്കുക ഫസ്റ്റ് വലിയ 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 തപ്പല്ലാക്കിറ അതായെങ്കില ചെറിയ തപ്പ് മാത്രം നോക്കിയിട്ട് ആ ചെറിയതര മാഫാക്കിയിട്ട് അങ്ങനെ അള്ളാഹു എന്താക്കുക സ്വർഗത്തേക്ക് അടുത്തറ. അങ്ങനെ വ്യത്യസ്തമായ ഹദീസെല്ലാം ഉണ്ട്. അപ്പൊ ഉലമാക്കന്മാർ ചൊല്ലാറ് ഈ ചൊന്നത്ര ഉദ്ദേശം എന്താ വലാ യുസക്കീമു ചൊന്നെങ്കിൽ ഈ വിഭാഗത്തിൽ അങ്കെന്താവുകാവില്ല പെടകാവില്ലാണ്ട് അള്ളാഹു അങ്ങനെ നോക്കുകയില്ല അങ്ങൾട്ട് മുണ്ടുമില്ല. അതായത് അങ്ങ് ഡയറക്റ്റ് എവിടേക്ക് പോകണം അവർ അങ്ങ് ആക്കിയ തപ്പൊരു ശിക്ഷ അങ്ങ് അനുഭവിക്കണേ അവർ നഊദുബില്ലാ. അതിൽ ആ 1ാമത്തെ വിഭാഗം മാത്രമല്ല വലഹും അദാബുൻ അലീം കഠിനമായ നൊമ്പല ഉള്ളതായ ശിക്ഷ കൊണ്ടു നൊമ്പല ഉള്ളതായ ശിക്ഷ കൊണ്ടു 4 വിഷയ എന്തിനാ ലാ യുകല്ലിമുഹുമുല്ലാഹ് അള്ളാഹു അങ്ങൾട്ട് മുണ്ടുല്ല വലാ യൻദുറു ഇലൈഹിം അങ്ങനെ മോത്തുക അള്ളാഹു നോക്കില്ല വലാ യുസക്കീഹിം അങ്ങനെ അള്ളാഹു ശുദ്ധിയാക്കില്ല വലഹും അദാബുൻ അലീം അങ്ങ് കഠിനമായ ശിക്ഷ ഉണ്ട്. 3 വിഭാഗ അതിൽ 1ാമത്തേത് അൽ മുസ്ബിലു ഇസാറഹു അവന്റെ നെരിയാണിക്ക് കീഴിൽ ഡ്രസ് ഇട്ടതായ ആൾമാർ. അതുകൊണ്ട് ഗൗരവത്തിൽ ഞങ്ങ കാരണം ഞങ്ങളത് മാത്രമല്ല ഞങ്ങളെ മക്കളുടെ ഡ്രസ്സും ഞങ്ങൾ ശ്രദ്ധിക്കും. ചില ആൾമാർ ചെറിയ മക്കാണ്ടായി എന്തും ആവാണ്ട് ചില ആൾമാർ വിചാരിക്കരുത്. ഞങ്ങളുടെ രാജ്യത്തുള്ള ചെറിയ ആൺമക്കളുടെ കയ്യിൽ ബംഗാറിട്ടാറ് ചെറിയല്ലേ അങ്ങനെ ഉണ്ട് അല്ല ചെറിയൽ പിന്നമേ ഞങ്ങൾ എന്താക്കണം ഞങ്ങൾക്ക് ദീനര ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പടിപ്പാട്ടി കൊടുത്തേക്കും. ചെറിയ മക്ക നെരിയാണിക്കൽ ഡ്രസ് ഇട്ടെങ്കിൽ അങ്ക് ശിക്ഷ ഇല്ല അങ്ങനെ അതിക്ക് പടിപ്പാട്ടി അബ്ബമാർക്ക് എന്തുണ്ടു അതര ശിക്ഷ ഉണ്ട്. ഏതുപോലെ ചെറിയ മക്ക നിസ്കരിച്ചെങ്കിൽ അബ്ബമാർക്ക് കൂലിയുണ്ട്. അതേപോലെ ചെറിയ മക്ക നെരിയാണിക്കൽ ഡ്രസ് ഇട്ടെങ്കിൽ അതിര ശിക്ഷ ആറുകൊണ്ടു അബ്ബമാർക്കുണ്ട് മക്കില്ല. അപ്പൊ 1ാമത്തെ നെരിയാണിക്കൽ ഡ്രസ് ഇട്ടെങ്കിൽ പിന്നെ അതിൽ 2 വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. 1ാമത്തേത് അൽ മന്നാനു ഫീമാ അഅത കൊടുത്തതിന് എടുത്തു ചൊല്ലുകൊണ്ടാണ് അവിടെ അത്ര കൊടുത്ത ഇവിടെ ഇത്ര കൊടുത്ത അങ്കിത്ര കൊടുത്ത് കൊടുത്തതിന് എടുത്തു ചൊല്ലുകൊണ്ട്. അതേപോലെ അൽ മുൻഫിഖു സലഅതഹു ബിൽ ഹൽഫിൽ കാദിബ് കളവ് ചൊന്നിട്ടു സാമണ ബിക്ര ആൾമാർ. ഈ 3 വിഭാഗ ആൾമാർ. അപ്പൊ അതിൽ 1ാമത്തേത് ഈ നെരിയാണിക്ക് കീഴിൽ ഡ്രസ് ഇട്ട ആൾമാരായിട്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ നെരിയാണിക്ക് കീഴിൽ ഡ്രസ് ഇട്ടേ ചൊല്ലത് അത് ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ എന്താക്കണു ഞങ്ങൾ പാലിക്കൊണായിക്കത്തൊരു സുന്നത്തായിട്ട്. സിമ്പിൾ അല്ലേ പാൻറ്റ് ഞങ്ങമേ അല്ല എടുക്കുന്ന സന്ദർഭത്തിലൊന്ന് കട്ടാക്കിയിട്ടിട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു നഷ്ടപറവുണ്ടല്ലേ. ചില ആൾമാർ അതൊരു പിന്നെന്താക്കറേ ഒരു മടക്കി വയ്ക്കറേ എന്തൊക്കെ ഞങ്ങൾ അങ്ങനെ ആക്കറേ ഞങ്ങളുടെ ദീനല്ലേ അതിൽ ഞങ്ങൾക്കൊരു ഇസ്സത്ത് വേണ്ടി ഞങ്ങൾക്കൊരു അഭിമാനം വേണ്ടി അല്ലേ. അപ്പം അതൊന്ന് കട്ടാക്കി ഞങ്ങൾക്ക് എന്തൊരു നഷ്ടമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഗൗരവത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾ എടുക്കണം. യാരത്തെ ആൾമാരും അതൊരു സിമ്പിൾ മാറ്റർ അല്ലെങ്കിൽ അതൊരു വലിയ അലക്ക ഒരു ഗൗരവം ഇല്ലാത്തൊരു വിഷയമായിട്ട് ചില ആൾമാർ കണ്ടാണ്. അപ്പം നിസ്കാരം എന്താവില്ല സ്വീകരിക്കില്ല. അയെങ്കിൽ അതേ സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു പള്ളിയിൽ ഒരു ഇമാമുണ്ട്
അയാൾ നെര്യാണിക കീഴിൽ അയാളുടെ ഡ്രസ്സുണ്ട്, അപ്പൊ അയാളുടെ ബാക്കിൽ നിസ്കരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് എന്താക്കുന്ന ആവശ്യക്കത്തില്ല, അതിൽ നിന്നിട്ട് ഞങ്ങൾ വിട്ടു നിൽക്കുന്ന ആവശ്യക്കത്തില്ല. അങ്ങനത്തെ ഒരു ഇമാമിന്ന് അയാളുടെ ബാക്കിൽ നിസ്കരിക്കുന്നത് പ്രോബ്ലം ഇല്ല. കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടെ കണ്ടെങ്കിൽ ഇപ്പൊ ആ ഇമാമിന്റെ ബാക്കിൽ നിസ്കരിക്കില്ലാണ്ട് ഞങ്ങൾ ചുണ്ട ആവശ്യക്കത്തില്ല. ഒരു ഞങ്ങളുടെ പള്ളിയിൽ ഒരു റാത്തിബായ ഒരു ഇമാമുണ്ട്. ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നെര്യാണിക്കൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അയാളുടെ ബാക്കിൽ നിസ്കരിക്കാം. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ അയാൾ അതിന് പ്രോബ്ലം ഇല്ല ചൊന്തയിട്ടിക്കറ അയാൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു ഗൗരവത്തിൽ ഞങ്ങൾ പഠിക്കുന്ന എനിക്കത്തൊരു വിഷയത്തിൽ ഡ്രസ്സിന്റെ വിഷയത്തിൽ. ഇനി ഡ്രസ്സിന്റെ വിഷയത്തിൽ നാലാമത് ഞങ്ങൾ ശ്രദ്ധിക്കണത് ഞങ്ങൾ ഈ പെരഡിരെ ഈ ഭാഗ ഷോൾഡർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗ ആ ഭാഗ ഓപ്പൺ ആയ അവസ്ഥയിൽ നിസ്കരിക്കരേ ചൊല്ലത് അത് ഞങ്ങൾ ശ്രദ്ധിക്കണ വിഷയത്തിക്കർ. ഇപ്പം ചില ടീഷർട്ട് ഇട്ട് നിസ്കരിക്കുക തീരാണ്ട് അല്ല ഇതിരെ ഹുക്കുമു. അങ്ങനെ ചില ടീഷർട്ടെല്ലാം നിറയ്ക്കുന്ന നെക്ക് വൈഡായ ടീഷർട്ട് ഇക്കർ. അപ്പൊ അങ്ങനത്തെ ടീഷർട്ടിൽ നിസ്കരിച്ചെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല, അങ്ങനെ നിസ്കരിക്കുക തീരാണ്ടുമില്ല. മാത്രം അത് ശ്രദ്ധിക്കണ വിഷയത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ലാ യുസല്ലയന്ന അഹദുകും ഫി സൗബിൽ വാഹിദ്. ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാലി ഒരു ഡ്രസ്സിൽ നിങ്ങൾ ആരും നിസ്കരിക്കുക തീരാ. ലൈസ അല ആതിഖിഹി മിൻഹു ഷൈ. ആ ഡ്രസ്സിൽ അവന്റെ കൽത്തരെ ഈ ഭാഗ ബന്ധാവാത്ത രൂപത്തിൽ നിങ്ങൾ എന്താക്കൂത്തീറ, നിങ്ങൾ നിസ്കരിക്കൂത്തീറ. അപ്പൊ അതായത് രണ്ട് ഡ്രസ്സ് വേണുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അവന് കീഴൊരു പാൻറ് അല്ലെങ്കിൽ ഒരു ഇസാർ തുണി വേണു, മേലും ഇട്ടതായ ഒന്ന് വേണു, അതായിട്ട് ഇത്ര ഉദ്ദേശം. അത്ര ഉലമാക്കന്മാർ ചൊന്നത് ഇവിടെ പ്രത്യേകമായിട്ട് നബി തങ്ങ ഈ ഒരു ഭാഗ ചൊന്ന സബുൽ ആ ഭാഗം എന്താക്കണു കവറാക്കണു. ആയെങ്കിൽ അതേ സന്ദർഭത്തിൽ അവന്റെ നിസ്കാരം എന്താവില്ല, ബാത്തിലാവില്ല, നിസ്കാര സ്വഹീഹായിട്ടിക്കറ് ആയെങ്കിൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കണ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കറ് ചൊല്ലതായിട്ട്. ഇനി ഡ്രസ്സിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണ അഞ്ചാമത്തെ വിഷയം, ഞങ്ങൾ ഇട്ടതായ ഡ്രസ്സ് ടീഷർട്ട് ആയിട്ടിക്കറ് യാരത്തിലും അതിൽ എന്തെങ്കിലും സുവർ എന്തെങ്കിലും പിക്ചർ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എഴുതിട്ടിന്നുണ്ടായെങ്കിൽ അതിൽ നിസ്കരിക്കരേ ചൊല്ലത് ഗൗരവത്തിൽ ശ്രദ്ധിക്കണ എനിക്കത്തൊരു വിഷയത്തിക്കറ്. ചിലപ്പോൾ ഞങ്ങളെ ടീഷർട്ടിന്റെ ബാക്കിൽ ചില എന്തെങ്കിലും ഇപ്പോഴത്തെ സീസൺ ഫുട്ബോളിൻ്റെ സീസൺ അല്ലേ, അപ്പോൾ ഏതായെങ്കിലും ചില ആൾമാരെ പേര് ഒന്നാമത്തേത് അങ്ങനത്തേത് ഇടതിരെ ഹുക്കുമേ ഉലമാക്കന്മാർ വേറെ ചർച്ചാക്കുന്ന വിഷയത്തിക്കറ്. അത് അങ്ങനെ പിന്നെ എന്തിനാ അങ്ങനത്തെ ആൾമാരെ വിഷയത്തിൽ ഞങ്ങൾ എന്തിനാ ഹുക്കുമ സ്വീകരിക്കണം, അതെല്ലാം ഗൗരവമായിട്ട് ഇസ്ലാമിക ലോകത്ത് ഉലമാക്കന്മാർ പഠിപ്പാട്ടതായ വിഷയത്തിക്കറ്. മാത്രം അത് മുസ്ലിം സമുദായത്തിൽ ഞങ്ങൾ എത്ര ചൊന്തു കൊടുത്തെങ്കിലും എന്തിനാക്കറേ അതിൽ എത്രത്തോളം ഗൗരവ കാട്ടാറ് ചൊല്ലുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള വിഷയത്തിക്കറ് അല്ലേ. അതെല്ലാം അത്തരത്തിലുള്ളതെല്ലാം കാണ്ടതിരെ ഹുക്കും ഞങ്ങൾ എന്തും വേണ്ട, അതിരെ മസലപരമായ ചർച്ചെല്ലാം ഞങ്ങൾ വിടാം. അറ്റ്ലീസ്റ്റ് അവിടെ ഔറത്ത് കാട്ടിട്ടല്ലേ ഞങ്ങൾ കളിക്കണേ. ഒരു ആണിക്ക് പിന്നൊരു ആണ്ട് ഔറത്ത് നോക്കുന്നത് ഹുക്കും എന്തിന്, ഒരു ആണ് പിന്നൊരു ആണ്ട് ഔറത്ത് കാണുകില്ലെങ്കിൽ ഒരു ഹദ്ദുണ്ടല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ, എത്ര എവിടത്തോളം കാണാം. മുട്ടരണ്ട് മേലുള്ള ഭാഗ ഔറത്ത് പിന്നൊരു ആണ്ട മുട്ടര മേലുള്ള ഭാഗ കാണുന്ന അനുവദനീയമാ. മയ്യത്ത് കുളിപ്പാട്ടുമ്പോൾ പോലും എന്തിനല്ല ആ മയ്യത്തിരെ ഔറത്തായ ഭാഗം പൊക്കുള്ളരെ പിടിച്ചിട്ട് മുട്ടുതോലുള്ള ഭാഗം കാണൽ എന്തിനല്ല അനുവദനീയല്ല. അപ്പൊ ഈ ഏതാ മനുഷ്യന്മാർ ഗ്രൗണ്ടിൽ കളിക്കരുത് എന്നങ്ങ കാണ്ടതിരെ ഹുക്കും പിന്നെ എന്തിനെ ഇട്ടിക്കും. അപ്പൊ അതിരെ മസാലപരമായ ഹുക്കുമല്ല വേറമേ ഉണ്ടോ, ഇല്ലമാക്കന്മാരുള്ള ഗൗരവത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ആക്കുക. അതെല്ലാം ഞങ്ങൾ വിട്ടുവെച്ചെങ്കും ഈ കാണ്ടത് ഞങ്ങൾ അങ്ങനെ ഔറത്ത് കാണ്ടേ ചൊല്ല ഒരേ ഒരു കാരണം കൊണ്ടിട്ട് അതിരെ ഹുക്കും എന്തിനെ ഇട്ടിക്കും നിങ്ങൾ ചിന്തിക്കോ. പത്ത് ഗൗരവമുള്ള വിഷയം ഇട്ടിക്കറ്. അപ്പൊ ഇവിടെ ഞങ്ങളെ ഈ വിഷയത്തിലുള്ള വിഷയം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കിൽ എന്തെങ്കിലും പിക്ചറാ അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എൽത്തുള്ളതായ ഡ്രസ്സിൻ്റെ ഒരു ഹുക്കും എന്തിനാണ്, അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് അതിൽ ഇങ്ങനത്തെ മനുഷ്യന്മാരെ രൂപ ഇന്നതുണ്ടായെങ്കിൽ അതെന്തിനാ ഇട്ടിക്കറ്, അത് ഹറാമായിട്ടിക്കറ്. മനുഷ്യന്മാരെ രൂപ ചെന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വിഗ്രഹത്തത അല്ലെങ്കിൽ അത് വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഹറാമായിട്ടിക്കറ്. അത് ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും ബാക്കിൽ ഉണ്ടെങ്കിലും ഒരേ ഹുക്കുമായിട്ടിക്കറ്. എൽത്തിന്നത് അത് ഫ്രണ്ടിൽ ഉണ്ടായെങ്കിൽ എന്തില്ല പ്രോബ്ലം ഇല്ല, നിസ്കാരത്തെ ബാധിക്കില്ല. ഫ്രണ്ടിൽ ഉണ്ടായെങ്കിൽ അത് ഇടാം. ബാക്കിൽ എൽത്തുന്നതുണ്ടായെങ്കിൽ നിസ്കാരത്തിൽ എന്താക്കുത്തീറ ഇടകുത്തീറ. കാരണം അത് ബാക്കിലുള്ള നിസ്കരിക്കുന്ന ആൾമാർക്ക് എന്താവും അത് ബാധിക്കും. അപ്പോൾ മൂന്ന് വിഷയം ചൊന്നു. ഒന്ന് ഫോട്ടോ ഇന്നത് അത് ഫ്രണ്ട് ആയെങ്കും ഫോട്ടോ ചൊന്നുണ്ടായെങ്കിൽ മനുഷ്യരെ ഫോട്ടോ വേണോട്ടില്ല, അത് ചിലപ്പോൾ കണ്ണുമൂക്കലിൻ്റെ കാർട്ടൂൺ ആയെങ്കും കണ്ണുമൂക്കലിൻ്റെ ബൊമ്പായെങ്കും എല്ലാം ഒരേ ഹുക്കുമായിട്ടിക്കും ഫോട്ടോ ചൊല്ല ഹുക്കുമുൽ പാട്ട്. അപ്പൊ അത് ഫ്രണ്ടിൽ ഇന്നെങ്കും ബാക്കിൽ ഇന്നെങ്കും ഒരേ ഹുക്കും, അത് ഇടകെത്തിറ നിസ്കാരത്തിൽ. എൽത്തിനത് ഫ്രണ്ടിൽ ഉണ്ടായെങ്കിൽ എന്തില്ല പ്രോബ്ലം ഇല്ല. ഇപ്പൊ
എല്ലാ ടീഷർട്ടിലും എന്തിരിക്കും കമ്പനിയുടെ പേര് അത് ഇതെല്ലാം ഫ്രണ്ടിൽ ഇരിക്കും, അതെന്തരില്ല, അത് നിസ്കാരത്തെ ബാധിക്കില്ല. ബാക്കിൽ ഇന്നെങ്കിൽ അത് തീരാ, കാരണം ബാക്കിൽ ഇന്ന ആൾമാരെ നിസ്കാരത്തിൻ്റെ അവർ അത് ബാധിക്കരുത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റൊട്ടിಗೆ ഇതേപോലെ ഒരു വിഷയത്തിൽ ഒരു മോതിരം, ആ മോതിരത്തിൽ എന്തരമാ ഒരു ರೂಪ ಉಂಡು, ಆ മോതിരം ഇട്ട് നിസ്കരിക്കമാ കേട്ടേക്കായാലും ചൊന്തു ല അവണു അത് നിസ്കരിക്കൂച്ചാർ, അവണത് ഊരി വെച്ചിട്ട് എന്താക്കട്ടെ അവണു നിസ്കരിക്കട്ട് ചൊന്ത ഇട്ടിക്കറ് അവിടെ ചൊന്തത് ನಂಗೆ ಕಾಣಬಹುದು. അപ്പോൾ ഇതൊരു ഗൗരവമുള്ളതായ ഒരു വിഷയം ഇട്ടിക്കറ് ചൊന്തു ഞങ്ങളുടെ മനസ്സിലാക്കണം ഇട്ടിക്കറ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വിഷയം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ട സന്ദർഭത്തിൽ ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ എന്താക്കണം, ഞങ്ങൾ ശ്രദ്ധിക്കണം ഇട്ടിക്കറ്. ഇനി സഹോദരന്മാരെ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കുകയുള്ളത്, ഞങ്ങൾ നിസ്കാരത്തെ വിഷയത്തേക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ പ്രധാനമായിട്ടും ഉള്ള ഒന്നായിട്ടിക്കറ് നിസ്കാരത്തേക്ക് മുന്നോളും ഞങ്ങൾ ശ്രദ്ധിക്കണായ കുറേ വിഷയം. അതിൽ ഒലിമ്പോ ഷർത്തായിട്ടിക്കറ് നിസ്കാരത്തേക്ക് ഞങ്ങൾ പഠിച്ച ഞങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഞങ്ങൾക്ക് തന്നെ മുസ്ലിം ആയിട്ടിക്കണോ ആക്കിലായിട്ടിക്കണോ അതെല്ലാം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിഷയമായിട്ടിക്കറ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലത്തേക്ക് തിരിരെ ചൊല്ലുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കറ്. അതേപോലെ നീയത്തും അതെല്ലാം ഇൻഷാല്ലാ ഞങ്ങൾക്കെല്ലാം ഗൊന്തുള്ളത്. ഇനി ഞങ്ങൾ പഠിക്കുകയുള്ളത് നിസ്കാരത്തെ റുക്കുനും അതേപോലെ നിസ്കാരത്തെ വാജിബാത്തുമായ കാര്യം. എന്തൊരു റുക്കുനും വാജിബും ഡിഫറൻസ് എന്തിന് ആറ് ചൊല്ലാറ്? നിസ്കാരത്തുക്ക് റുക്കുനും ഉണ്ടല്ലേ, ഒന്നുമില്ല പഠിച്ചറിയാറല്ലേ, അതേപോലെ വാജിബുണ്ട്. എന്തൊരു റുക്കുനും വാജിബും ഡിഫറൻസ് എന്തിന്? അപ്പോൾ വാജിബ് മിസ്സായെങ്കിൽ പ്രായശ്ചിത്ത വേണ്ടേ? പിന്നെ വേറെ ചൊല്ലു, അത് തെല്ല് അപ്പറിപ്പറയര് സരിയായിര് തെല്ല് അപ്പറിപ്പറയര് മാത്രം. നേരെ ഓപ്പോസിറ്റ്, അത് റുക്കുന് ചൊല്ലത് മിസ്സായെങ്കിൽ പിന്നെന്തായിത്ത് അവണു കരുതി കൂട്ടിയിട്ട് മിസ്സായെങ്കിൽ ആ നിസ്കാരം എന്തായിത്ത് ബാത്തിലായിത്ത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായി പോയിരെങ്കിൽ അവണു അതിനെ റിപ്പീറ്റ് ആക്കണം. ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു റക്കായത്തിൽ മിസ്സായി ഏതെങ്കിലും റക്കായത്തിൽ ആ റക്കായത്തിൽ സുജൂദുക്ക് പോയിട്ട് അതിൽ പിന്നെ നനപ്പായെങ്കിൽ ആ റക്കായത്ത് റിപ്പീറ്റ് ആക്കിയിട്ട് പിന്നെ ഒരു സുജൂദാക്കണം. അല്ലെങ്കിൽ ആ വാജിബ് മിസ്സായെങ്കിൽ ആ മിസ്സായ വാജിബിനെ റിപ്പീറ്റ് ആക്കണില്ല, ഒരു സുജൂദാക്കിയെങ്കിൽ മയ്യാവും. അതായിട്ട് റുക്കുനും വാജിബും വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ ആ വ്യത്യാസം ഏത് സന്ദർഭത്തിൽ റിപ്പീറ്റ് ആക്കണോ ഏത് സന്ദർഭത്തിൽ സുജൂദാക്കണുണ്ട് ഗൊന്താവണുണ്ടായെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് എന്താക്കണം ഏതതുണ്ട് ഞങ്ങൾക്ക് ഗൊന്തു പേടും. അപ്പം ഞങ്ങൾ ചൊല്ലറ് ഞങ്ങൾക്ക് റിസ്കാരത്ത് റുക്കുനേതല്ല ചെമ്മ ടൈമില്ല ലേറ്റ് ആക്കുക ജസ്റ്റ് സ്പീഡിൽ ചൊല്ലോ എന്തരല്ല ഇട്ടിക്കും ഏത് റക്കാത്ത് അത് ഒരു ടോട്ടലായിട്ട് ഞങ്ങൾ ഒരു പോയിന്റ് ചൊല്ലാം. സുജൂദ് തക്ബീറത്തുൽ ഇഹ്റാം ഓക്കെ ഖിയാം നിക്കോണു ഓക്കെ നിക്കോ ഗൗരങ്ങ നിക്കോണു. അപ്പം നിക്കോ ഗൗരങ്ങ നിക്കോണു ഫർള് നിസ്കാരത്തിൽ നിക്കോ ഗൗരങ്ങ എന്താക്കണു. അപ്പം ഞാനത് ഓർഡറിൽ വേഗം ചൊല്ലതാണ്. ഒന്നാമത്തെ നിക്കോ ഗൗരങ്ങ നിക്കോണു. ചില ആൾമാർക്ക് നിക്കോക്ക് വലിയ പ്രോബ്ലം എന്തിക്കില്ല, പിന്നെ പല്ലിൽ കുറിച്ച് കാണിച്ചിട്ടാകുമ്പോഴേക്കിറങ്ങുള്ളാർ. നിങ്ങൾ ആരെയും വ്യക്തിരങ്ങളെ നോക്കണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഇവിടെ ആരുള്ളാരെ ഗൊത്തില്ല. പല്ലിൽ കുറിച്ച് കാണുമ്പോഴത്തേക്കും നിന്റെ എല്ലാ വേറെല്ലാം സ്വരം നടക്കരു. ജിമ്മുക്ക് പോണ്ടാറ് സ്വബൈക്ക് ഓടക്ക് പോണ്ടാറെല്ലാം പോണ്ടാറ്. നിസ്കരിക്കുമ്പോൾ മാത്രം എന്ത് വേണം ചില ആൾമാർക്ക് കുറിച്ച് വേണം. ഫർള് നിസ്കാരത്തിൽ അത് ആവില്ല. ഫർള് നിസ്കാരത്തിൽ നിക്കോ ഗൗരങ്ങ നിണ്ടിട്ടേ ആവണം. ഫർള് നിസ്കാരത്തിൽ റുക്കുണായിട്ടിക്കറ് നിക്കോ ഗൗരങ്ങ നിക്കോന്ന് വെച്ചിട്ട്. സുന്നത്ത് നിസ്കാരത്തിൽ വേണമെങ്കിൽ എന്തുണ്ട് തറാവീഹ് പോലുള്ള ലോങ് നിസ്കാരത്തിൽ നിക്കോ ഗൗരങ്ങ ദച്ചങ്ങും എന്തിരില്ല, അങ്ങനെ നിസ്കാരം അനുവദനീയായിട്ടിക്കും, അത് പ്രോബ്ലം ഇല്ല. ഫർള് നിസ്കാരത്തിൽ നിക്കോ. രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ ചൊന്നിട്ട് കൈ ഇതാക്കിയിട്ട് കൈ കെട്ട തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ ചൊല്ലത് അതായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം. 3 ഖിറാഅത്തുൽ ഫാത്തിഹ. അപ്പോൾ ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ട് ചില ആൾമാർ ഉദോടുത്ത് ഓടി വന്നിട്ട് കൈ കെട്ടുറാറ്. തക്ബീറല്ല ചില ആൾ ചൊന്തയിക്കില്ല, ചൊല്ലക്ക് ഗ്യാപ്പ് വേണ്ടി. ചില ഇമാം സുജൂദിലിക്കും ഫോർ എക്സാമ്പിൾ യാരെ സംഭവിക്കറ ഇമാം റുക്കൂലിക്കർ പല്ലിക്ക് പറയുമ്പോൾ സീത പണ്ടര കൈ കെട്ടാറ് റുക്കൂ പോണ്ടാറ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ല ഗ്യാപ്പ് കിട്ടിറാ, ചില നിക്കൊക്കെ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പം അത് എന്തിനാ മിസ്സായിട്ട് നിസ്കാരത്തെ റുക്കുനും മിസ്സായിട്ട് ആ റക്കായത്തിൽ എന്താക്കണു റിപ്പീറ്റ് ആക്കണം. റിപ്പീറ്റ് ആക്കിയിട്ട് ഒരു സുജൂദും അങ്ങ് ആക്കണം ഇട്ടിക്കർ. മൂന്നാമത്തേത് ഖിറാഅത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണാക്കരുത് നിസ്കാരത്തിൻ്റെ ഇട്ടിക്കർ റുക്കുന ഇട്ടിക്കർ.
അപ്പോൾ ഇവിടെ ഞങ്ങൾ ശ്രദ്ധിക്കൂല സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോഴത്തേക്കു എല്ലാ സന്ദർഭത്തിലും റുക്കുനായിട്ടിക്കറ് നിർബന്ധമായിട്ട് ഓതണേ. ഇമാമു ജോറ് ഓതുന്ന സന്ദർഭത്തിൽ അവിടെ രണ്ട് വിഷയം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇമാമു ജോറ് ഓതുന്ന സന്ദർഭം ഏത്? ഫജറിന്റെ 2 റക്അത്ത്, മഗ്രിബിനെയും ഇശാഇനെയും ഫസ്റ്റത്തെ 2 റക്അത്ത് ഇമാമു ജോറ് ഓതുന്ന സന്ദർഭത്തിൽ. അപ്പൊ അവിടെ ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഒരാൾ ഫാത്തിഹ ഓതില്ലെങ്കിൽ അവനിക്ക് എന്തില്ല? നിസ്കാരം ഇല്ല. ആയെങ്കിൽ പിന്നൊരു ഹദീസ്, പിന്നൊരു ആയത്ത് ഖുർആനിലുണ്ട്, ഫൈദ ഖുരിഅൽ ഖുർആനു ഫൈദ ഫസ്തമിഉ ലഹു, ഖുർആൻ ഓതുന്നത് കേട്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം? അതിനെ ശ്രദ്ധിക്കണം. അതേപോലെ ഇമാം ഓതുന്നത് നിങ്ങൾ കേട്ടെങ്കിൽ ഇമാമരെ ഖിറാഅത്ത് നിങ്ങൾ എന്താക്കണം? ശ്രദ്ധിക്കണം ചൊല്ലുക. അപ്പൊ ഇമാം ഓതുന്ന സന്ദർഭത്തിൽ ഓതന വേണ്ടേ? അവിടെ ടിക്കർ ഉലമാക്കന്മാർക്കിടയിൽ 2 അഭിപ്രായം അവിടെ കാണും. അതിൽ ഓതണു ചൊല്ല ഓതന ഏത് സന്ദർഭത്തിലായെങ്കിലും എല്ലാ റക്അത്തിലും ഓതണു ചൊല്ല ഉലമാക്കന്മാർ ചൊന്നത് ഓതണു എപ്പ? ഇമാം ഓത്തു നിപ്പാട്ട ടൈമിൽ എന്താക്കണം? അവನು ഓതണം. ഫോർ എക്സാമ്പിൾ ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലും. അപ്പൊ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ല ആ ലാസ്റ്റ് ആ ഒരു സന്ദർഭം, നീട്ട സന്ദർഭം ഉണ്ടല്ലേ, ആ സന്ദർഭത്തിൽ മഅ്മൂം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലും. അർറഹ്മാൻ റഹീം ചൊന്ത നിപ്പാട്ട സന്ദർഭത്തിൽ ആ ലാസ്റ്റ് സന്ദർഭത്തിൽ അർറഹ്മാൻ റഹീം ചൊല്ലും. അതായത് ടിക്കർ ചില ഉലമാക്കന്മാർ ചൊല്ലും. അല്ലെങ്കിൽ ഫാത്തിഹ ഓതിട്ട് സൂറത്ത് ഓതുന്ന ഗ്യാപ്പിൽ ഇമാം ഒരു ഗ്യാപ്പ് കൊടുത്തെങ്കിൽ ആ ഗ്യാപ്പിൽ ഓതണം. അവിടെയും എന്തരല്ലേ, ഇമാം ഓതുമ്പത്തുക്കും ഞങ്ങൾ ഓതരെ ചൊല്ലതില്ല. ഇമാം ഓതുമ്പോൾ ഇമാം ഓതരുത് എന്തിട്ട് ഞങ്ങൾ കേൾക്കും. വേറൊരു വിഭാഗ പണ്ഡിതന്മാർ ചൊന്നാർ ഇമാമു ജോറ് ഓതുന്ന സന്ദർഭത്തിൽ ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടെങ്കിൽ അപ്പൊ മഅ്മൂമുക്ക് എന്തില്ല? ഫാത്തിഹ നിർബന്ധം ഇല്ല ചൊല്ലത്. അതായത് ടിക്കർ ശരിയായ അഭിപ്രായം ചൊല്ലത്. ഇമാമു ജോറ് ഓതുന്ന സന്ദർഭത്തിൽ ഇമാമിന്റെ ഖിറാഅത്ത് എന്തിനാക്കണം? ഫസ്തമിഉ ലഹു, ആ ഖിറാഅത്ത് ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ കേൾക്കണു. ആ കേൾക്കുമ്പോഴത്തേക്കും ഇമാമു ഓതിയെങ്കിൽ ഇമാമുക്ക് കിട്ട അതേ കൂലി ആറ് കൊണ്ടു? മഅ്മൂമുക്കും കിട്ടു ചൊല്ലതേ ടിക്കർ. അതായത് ടിക്കർ രണ്ടാമത്തെ അഭിപ്രായ, അതായത് ടിക്കർ ശരിയായ അഭിപ്രായം. അല്ലാത്ത സന്ദർഭത്തിലുള്ള ഫാത്തിഹ ഓതുന്നത് എന്തിനാ ടിക്കർ നിർബന്ധം. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേൾക്കറேன். ഇതല്ലാത്ത ഒരു സന്ദർഭം ഉണ്ട് ഫാത്തിഹ നിർബന്ധമാവാത്ത, അതായത് ഞാൻ ഇപ്പൊ ചൊന്നതല്ലാത്തൊരു സന്ദർഭം. അതെപ്പ? ഫാത്തിഹ ഓതില്ലെങ്കും നിങ്ങളെ നിസ്കാരം ശരിയാവും. ഏത് സന്ദർഭം? അതെ, റുക്കൂക്ക് വന്നിട്ട് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവണു ഫാത്തിഹ അവനക്ക് കിട്ടില്ല. ആയതുകൊണ്ട് നിസ്കാരം എന്തിനാ ടിക്കർ? സ്വഹീഹായി ടിക്കർ ചൊല്ലത്. 4ാമത്തേത് റുക്കൂ ആയി ടിക്കർ. 5ാമത്തേത് ഇഅ്തിദാൽ, അതല്ല ನಂಗೆ ಗೊತ್ತುള്ളത്. 6ാമത്തേത് സുജൂദു. സുജൂദ് മാത്രമല്ല അലൽ അഅദാഇ സബ്അ, 7 ജാഗ സുജൂദിന്റെ സന്ദർഭത്തിൽ എവിടേക്ക് തട്ടണം? അൽത്തേക്ക് തട്ടണം. ഏതല്ല? 2 കൈ, 2 മുട്ടു, എത്ര? 4, 5, 6, 7, 7, പിന്നെ കാൽ. അപ്പൊ ഇത് നിസ്കാരത്തിൽ സുജൂദിൽ കറക്റ്റ് തട്ടണം. അങ്ങനെ ഇപ്പൊ ചില ആൾമാർ പല രൂപത്തിൽ അത് എങ്ങനെ കാട്ടറെണ്ണക്ക് ഇപ്പൊ കൊന്നില്ല. ഏത്? അതെ 7 അതെ. അതെ മുട്ടുണ്ട്, മുട്ടു ചൊന്നല്ലേ? അതെ ഒന്നായിട്ട്. ഓക്കെ അതെ. അപ്പൊ ഏത്? 2 കുട്ടിങ്, അതെ 2 കുട്ടി ഇട്ടവരത്. അപ്പൊ ഇത് ചില ആൾമാർ പല രൂപത്തിലാക്കുന്നത്. ചില ആൾമാർ കാല് തട്ടണു, കാല് 2 കൂട്ടിയതല്ലേ, അത് കാല് എങ്ങനെ തട്ടണു? കാലരെ ഈ എന്തിനതിൽ ചൊല്ലേ, ആ ബെർലരെ ഈ ഭാഗം ഉണ്ടല്ലേ, ആ ഭാഗ തട്ടൊടു. ചില ഉലമാക്കന്മാരത് വിശദീകരിച്ചത് അത് കിബിലത്തുക്ക് ഞങ്ങളെ കൊണ്ട് ആവുற പോലെ എന്താവണം, കിബിലത്തുക്ക് അഭിമുഖം. ചിലപ്പോൾ ചില ആൾമാർക്ക് ബഗ്ബാട്ടൊക്കെ ആവില്ല, അയെങ്കിൽ ആ ഭാഗം നിലത്തേക്ക് തട്ടണം. ചില ആൾമാർ ബെറലർ ഇങ്ങനെ ആക്കി വയ്ക്കാറ്, ചില ആൾമാർ കാലിന്റെ മേൽ കാലിട്ട് വയ്ക്കാറ്. അങ്ങനെ പല രൂപത്തിൽ പള്ളികളിൽ പോയി എന്താവും പല ആൾമാർ പല രൂപത്തിലാക്കുന്നത് കാണാൻ സാധ്യത. അപ്പൊ ഇവിടെ റുക്കുനായത് അലൽ അഅദാഇ സബ്അ, 7 ഈ ഭാഗം ചൊന്നത്, ഈ 7 ഭാഗവും നിലത്തേക്ക് തട്ടണം. അതേപോലെ 2 സുജൂദിന്റെ നടുവിൽ നിൽക്കുന്നത്. അതേപോലെ ത്വമഅനീനത്തു ഫീ ജമീഇൽ അഫ്ആൽ, ഇത് നിസ്കാരത്തെ റുക്കുനായിട്ടിരിക്കുന്നു. ത്വമഅനീനത്തു സമാധാനത്തോടു കൂടി ആഗ്രഹിച്ചുണ്ട് പ്രാസി. അതുകൊണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കിയത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന ഹദീസ് ഓർമ്മ, നിസ്കരിച്ച ആളുടെ ബദല നബി തങ്ങ നിസ്കരിപ്പാട്ടി എന്തുക്ക് അവണു സ്പീഡിൽ നിസ്കരിച്ചേക്ക്. അപ്പൊ അത് എങ്ങനെ ഈ ത്വമഅനീനത്ത് എങ്ങനെ സംഭവിക്കറേ? അത് ഉലമാക്കന്മാർ വിശദീകരിക്കാറ്. എന്തിന് അവണ് ഒരു ഇഅ്തിദാലിൽ നിണ്ടാണ്ടെങ്കിൽ അവൻ്റെ എല്ലാ ശരീരത്തെ എല്ലാ മുള്ളും എല്ലാ ഭാഗവും ഒരു സ്റ്റഡി ആവണം. അപ്പോൾ ഇഅ്തിദാലിൽ നിന്നിട്ട് ഒരു റബ്ബനാ വലക്കൽ ഹംദ് ചൊല്ലിട്ട് ടൈ അത്ര ഒരു ഗ്യാപ്പ് എങ്ങോട്ട് എന്താക്കണം കൊടുക്കണം. ഇല്ല ചില ആൾമാർ ഒരു
3 മിനിറ്റിൽ 4 മിനിറ്റിൽ നിസ്കാര തീർക്കൊക്കെ സമയല്ലാഹു ലിമൻ ഹമീദ ചൊല്ലലുമായിട്ട് സുജൂദുക്ക് പോലുമായിട്ട് ಅದೆಲ್ಲ ಬೆರ್ದೆಗೊರು ಎಕ್ಸೈಸ್ പോലെ ആക്കാണ്ടല്ല ആ നിസ്കാരം എന്തല്ല ഒരിക്കലും സ്വഹീഹ് അല്ലാണ്ട് ഇട്ടിക്കർ പണ്ഡിതന്മാർ ചൊല്ലത്. അതേപോലെ തശഹുദുക്ക് ദൈക്കരുതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമീലുള്ള സലാത്തും ലാസ്റ്റത്തെ സലാത്തും അതേപോലെ ജണ്ട് സലാമും ഇതായിട്ടിക്കർ നിസ്കാരത്തെ റുക്കുന് ചൊല്ല്. ഇത് ഒരാൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അവൻ എന്താക്കണം, ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അതിരമേ അവൻ എന്താക്കണം, റിപ്പീറ്റ് ആക്കണം ഇട്ടിക്കർ, റിപ്പീറ്റ് ആക്കിയിട്ട് ഇട്ടിക്കർ. അപ്പം ഒരാൾക്ക് ഇതിലേതെങ്കിലും നഷ്ടപ്പെട്ടത് ഉദാഹരണക്ക് പിന്നെ അവನು എന്താ ചൊല്ലേ സുന്നത്തായ നിസ്കാരത്തിൽ ഒരു സുന്നത്ത് ജനറക്കാത്ത നിസ്കരിക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ ഫർള് നിസ്കാരമേ കൈ കെട്ടിയിട്ട് നരേന്ദ്രമാ ആൽച്ചനൽ ഇങ്ങനെ പോയിട്ട് ഇമാമു റുക്കു പോയിട്ട് സുജൂത് പോയപ്പോൾ ഞാൻ ഫാത്തിഹ ഓതിട്ടില്ല. അപ്പോൾ അവനെന്താക്കണം, ഇമാമറെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബദൽ ഒരു റക്കാത്ത് അവനെന്താക്കണം, അവന് നിസ്കരിച്ചിട്ട് സഹൂറ സുജൂത് അവനാക്കണം. കാരണം ഫാത്തിഹത്തിലേറ്റിക്കർ നിസ്കാരത്തെ റുക്കുൻപ്പെട്ടതായിട്ടിക്കർ. അതേപോലെ 2 സുജൂദര ഇടയിൽ ദച്ചിട്ടില്ല അവൻ എണിച്ചിട്ട് നിണ്ടിട്ട് അല്ലെങ്കിൽ നിസ്കാര കലിയോഗാവുമ്പോൾ കെട്ടിക്കർ അവനക്ക് നനപ്പായി, അല്ലെങ്കിൽ എണിച്ച് നിണ്ടൽ പിന്നെ ഇട്ടിക്കർ അവനക്ക് എന്തിനാ നനപ്പായി നാ ദച്ചിട്ടില്ല. അപ്പോൾ ആ റക്കായത്തര അവൻ എന്താക്കണം, റിപ്പീറ്റ് ആക്കണം ചൊല്ലതായിട്ട്. ഇനി വാജിബാത്ത് സ്വല, വാജിബാത്ത് നിസ്കാരത്തെ വാജിബാത്ര പ്രത്യേകത എന്തിനാ, അത് ബുട്ടെങ്കിൽ അവനക്ക് എന്തിരില്ല നിസ്കാര ನಷ್ಟಾವಿಲ್ಲ. ನಿಸ್ಕಾರ ಅವನಿಗೆ ಎಂದವರು ಕಿಟ್ರಿ ಮಾತ್ರ ಅವನು ಸುಜೂದ್ ಸಹೂರೆ ಸುಜೂದ್ ಅವನು ಹಾಕೊಂಡು ಚೊಲ್ಲದೇಟಿಕ. ಅಪ್ಪ ಏದಲ್ಲ ವಾಜಿಬಾತು ಸಲ ಚೊಲ್ಲೋರ್ನಾಗ ಉದು ಷರ್ತല്ലേ, ഉദു നിസ്കാരത്ത് മുന്നല്ല. ഫസ്റ്റ് തശഹുദ് ഓക്കെ. പിന്നെ സലാത്ത് റുക്കനായിട്ടിക്കറ്, നബിയുടെ മേലെ സലാത്ത് റുക്കനായിട്ടിക്കറ് ഇല്ല. ദുആഉൽ ഇസ്തിഫ്താഹ് സുന്നത്തായിട്ടിക്കറ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ബാക്കി എല്ലാ തക്ബീറും എന്തിനായിട്ടിക്കറ്, വാജിബായിട്ടിക്കറ് നിസ്കാരത്തെ. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത എല്ലാ തക്ബീറും നിസ്കാരത്തെ വാജിബിൽപ്പെട്ടതായിട്ടിക്കറ്. ഇതിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ള ചില മദ്ഹബി പണ്ഡിതന്മാരുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നതായ ഒരു ഹദീസ് ആയിട്ടിക്കറ്. എന്തിനെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നബി എങ്ങനെ നിസ്കരിച്ചത് അങ്ങനെ ഇട്ടിക്കറ് ഞങ്ങൾ നിസ്കരിക്കണായത്. അപ്പോൾ മദ്ഹബിലെ ഇമാമിങ്ങ അങ്കിപ്പ അങ്ങനെ മദ്ഹബിലിപ്പ ഹനഫി മദ്ഹബ് അങ്ക് ഇമാം അബൂ ഹനീഫക്ക് അയാളുടെ കാലത്ത് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിട്ടിക്കറ അയാളുടെ മദ്ഹബുള്ളത്. അതിൽ പിന്നെ ഇമാമിങ്ങമേ ചൊന്ന പോലെ ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് നിങ്ങൾക്ക് സഹീഹായിട്ട് കിട്ടിയെങ്കിൽ അത് നന്റെ അഭിപ്രായത്തിന് എതിരായിട്ടുണ്ടെങ്കിൽ അതായിട്ടിക്കർ നന്റെ മദ്ഹബ്, അതായിട്ടിക്കർ ഇമാമിങ്ങ ചൊന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിട്ടിക്കർ ഇത് ഉള്ളത്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത എല്ലാ തക്ബീറും എന്തായിട്ടിക്കർ വാജിബായിട്ടിക്കർ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തക്ബീർ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ എന്താക്കണേറ്റിക്കർ സഹൂറ സുജൂദു ഞങ്ങൾ ആക്കണം. ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് മിസ്സായെങ്കും ഞങ്ങൾ എന്താക്കണം സഹൂറ സുജൂദ് ഞങ്ങൾ ആക്കണം. രണ്ടാമത്തേത് സെമിഅ അല്ലാഹു ലിമൻ ഹമീദ ചൊല്ലത്. അത് സുന്നത്തുണ്ടും അല്ലാണ്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആയെങ്കും അത് ഇവിടെ വാജിബാത്തുൽ പണ്ഡിതന്മാരെന്നതാണ്. അതേപോലെ റബ്ബന വലക്കൽ ഹംദ് ചൊല്ലത്. അപ്പോൾ ഈ സെമിഅ അല്ലാഹു ലിമൻ ഹമീദ ചൊല്ലത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴത്തേക്കും അവನು റബ്ബന വലക്കൽ ഹംദ് ചൊന്നെങ്കിൽ മയ്യാവും. ഇമാമറെ സെമിഅ അല്ലാഹു ലിമൻ ഹമീദ മയ്യാവുണ്ടല്ല പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. നാലാമത്തേത് റുകൂഉൽ ദിക്ർ എന്നൊരു റുക്കൂൽ ചൊല്ലു സുബ്ഹാന റബ്ബിയൽ അദീം. അതെന്തരായിട്ടിക്കർ നിസ്കാരത്തെ വാജിബിൽപ്പെട്ടതായിട്ടിക്കർ, സുന്നത്തല്ല. ചില ആൾമാർ സുന്നത്തുണ്ട് മനസ്സിലാക്കണം. അപ്പം ഇതെല്ലാം സുന്നത്തായി പിന്നെ നിസ്കാരത്തിൽ പിന്നെ എന്തും ഇല്ല, കൈ കെട്ടിട്ട് ഇമാം ആക്ര പോലെ ആക്കി മയ്യാറ്. അത് സുന്നത്തല്ല, പിന്നെ എന്തിനായിട്ടിക്കർ അത് വാജിബായിട്ടിക്കർ. അതേപോലെ സുജൂദുൽ ചൊല്ലകുള്ള സുബ്ഹാന റബ്ബിയൽ അഅല എന്തിനായിട്ടിക്കർ നിസ്കാരത്തെ വാജിബിൽപ്പെട്ടതായിട്ടിക്കർ. അപ്പം നിസ്കാരം ഞങ്ങൾ ജാഗ്രതയിൽ നിസ്കരിച്ചില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൽ പിന്നെ ഒരു സുജൂദ് ഞങ്ങൾക്ക് ചിലപ്പോൾ ആക്കുകയും. കാരണം ഇതെല്ലാം ചില ആൾമാർ ഓരോ ചിന്തനയിലും ചില ആൾമാർക്ക് എന്താവും ചിലപ്പോൾ മിസ്സായി പോകണ്ടു. അപ്പം അത് ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ 2 സുജൂദര നടലുള്ള ദുആ, ഇത് ഈ ചൊന്ന ദിക്റല്ല ഒരുപട്ടായിട്ടിക്കർ എന്തുള്ളത് നിർബന്ധമുള്ളത്. സുജൂദുലു റുക്കൂഉലു സുബ്ഹാന റബ്ബിയൽ അദീം ഉറക്ക ചൊന്നെങ്കിൽ മയ്യാവ് ചൊന്നെങ്കിൽ വാജിബൈത്ത്, പിന്നെ ബാക്കി 2 സുന്നത്തായിട്ടിക്കർ. സുജൂദുലു സുബ്ഹാന റബ്ബിയൽ അഅല ചൊല്ലത് ഉറക്കായിട്ടിക്കർ എന്തിനെ കമ്പൽസറി ഉള്ളത്. അതേപോലെ 2 സുജൂദരാണ് റബ്ബി ഗഫിർലി ചൊല്ലതായിട്ടിക്കർ എന്തുള്ളത് വാജിബായിട്ടുള്ളത്. പിന്നെ അല്ലാഹു മഗ്ഫിർലി വറഹംനി ചൊല്ലതല്ല എതിരായിട്ടിക്കർ സുന്നത്തായിട്ടിക്കർ. അല്ലെങ്കിൽ റബ്ബി ഗഫിർലി 3 വട്ടം സുന്നത്ത് വന്നത്
പിന്നെ ಬೇರೆ 7 ವಿಷಯ ಬಂದದ್ದು ಉಂಟು 5 ವಿಷಯ ಬಂದ അങ്ങനെ ಬೇರೆ ಬೇರೆ ಅದೆಲ್ಲ ಸುನ್ನತ್ತೈಟಿಗೆ ನಿರ್ಬಂಧമായത് റബ്ബ് ഫിർലിട്ട് ഒർക്കം എന്തിനാക്കണം ചൊല്ലല് നിസ്കാരത്തെ വാജിബിൽപ്പെട്ടതൈട്ടിക്ക് 7-ാമത്തത് 1-ാമത്തെ തശഹുദ് വാജിബൈട്ടിക്ക് അപ്പൊ ഞങ്ങൾ 2-ാമത്തെ റക്അത്തിലുള്ള തശഹുദ് തെക്കാണ്ട് ഞങ്ങൾ എണിച്ച എന്തിനാക്കണം സഹ്വര സുജൂദ് ഞങ്ങൾ ആക്കണോ ഞങ്ങൾ എണിക്കരെ അതേ അപ്പമേ ഞങ്ങൾക്ക് നെനപ്പായിട്ട് നമ്മൾ സുജൂദരെ ഞങ്ങൾ എണിച്ചോ ഉള്ള അതിൽ കുറേ വീഡിയോസ് എല്ലാം ഉണ്ട് വേണമെങ്കിൽ ഇൻഷാല്ല അത് ആരെങ്കിലും കുറേ ആൾ കടത്തി നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ഷെയർ ആക്കുക അത് എക്സ്പ്ലെയിൻ ആക്കുക കുറേ വീഡിയോസ് ടി വി എന്ത് ഇന്നലെയും കാട്ടാത്ത അപ്പോൾ ഈ എണിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ എണിച്ചിര എങ്ങനെ ഇപ്പം ഞങ്ങൾ സുജൂദിലുള്ള ജസ്റ്റ് ഇങ്ങനെ എണിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താ ഒരു പിന്നെ തശഹുദ് മിസ്സായിട്ട് ഞങ്ങൾ ജസ്റ്റ് എണിക്കുമ്പോൾ ഞങ്ങളെ കാലെന്തായിട്ടില്ല ഞങ്ങൾ നീട്ടിയിട്ടില്ല ಅದಕ್ಕೆ മുന്നുള്ള നെനപ്പായി ഞങ്ങൾക്ക് എന്താക്കാം അവിടെ മെതിച്ചിട്ട് തശഹുദ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം ഇനി അതല്ല ഞങ്ങളെ യാറത്തെ ഭാഗം എണിച്ചിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ റിട്ടേൺ നമുക്ക് നെനപ്പായെങ്കും എന്തിനാക്കുകയില്ല റിട്ടേൺ പോണകും ഇല്ല നിസ്കാര ബാക്കി കണ്ടിന്യൂ ആക്കിയിട്ട് അപ്പം ഞങ്ങൾക്ക് യാറത്തെ ഭാഗം എണിക്കാത്ത രൂപത്തിൽ ഞങ്ങൾ എണിച്ചിരാണ്ടായെങ്കിൽ തെല്ല് എണിച്ചിര അപ്പമേ നെനപ്പായെങ്കിൽ അവിടെ മെതിച്ചിട്ട് ഞങ്ങൾക്ക് തശഹുദ് കംപ്ലീറ്റ് ആക്കാം എണിച്ച് ടയറും പിന്നെ എന്തിരില്ല പിന്നെ തശഹുദ് കംപ്ലീറ്റ് ആക്കുകയില്ല പിന്നെ ആ ജണ്ടറക്കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാക്കണം പിന്നെ ആ തശഹുദ് മിസ്സായേക്ക് അല്ല തപ്പിയതൊക്കെ ഇപ്പം നിങ്ങൾ ജസ്റ്റ് എണിച്ചപ്പോൾ നെനപ്പായിട്ട് അപ്പമേ തെച്ചിട്ട് തശഹുദാക്കി പിന്നെ സഹുറ സുജൂദൊന്നുമില്ല കിട്ടിയിട്ടല്ല റുക്കുന വാജിബാത്ത് ആക്കിയെങ്കിൽ പിന്നെ സഹുറ സുജൂദരെ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಚೊಲ್ಲದೆ ಇಟ್ಟಿಕ್ರೆ ನಂಗೆ ಕೂಡ മനസ്സിലാക്കുള്ളൂ ಏನು ಇದು ನಾನು ಬೇಗ ಕಂಪ್ಲೀಟ್ ಆಕು വേണ്ടിയിട്ട് ഇതിലെಲ್ಲ ചമ്മ വിഷയമുണ്ട് അപ്പം അതിലെ മിസ്റ്റേക്സ് എല്ലാം നോക്കിയ സന്ദർഭത്തിൽ യാറത്തിൽ ഞങ്ങളുടെ ഇടയിൽ കാണാത്ത സബുല് ഞാനത് റിപ്പീറ്റ് ആക്കില്ലാണ്ട് മാത്രം ഇനി എന്തെങ്കിലും കേട്ടെങ്കിൽ ഇൻഷാല്ല അത് അപ്പം ഞാൻ ചൊല്ലാം ഇനി ഉള്ളത് നിസ്കാര ബാത്തിലാക്കുന്നതായ കുറേ വിഷയം അതിൽ വന്നു പോകേണ്ട കുറേ വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ അതിൽ ചമ്മ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട 8 വിഷയ ടിക്രൂലമാക്കന്മാർ അതിൽ എണ്ണിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടിക്കറ് ചിരിക്കരെ അതേപോലെ തിന്നരെ കുടിക്കരെ ചൊല്ലത് അപ്പോൾ ഈ തിന്നരെ ചൊല്ലുമ്പോഴത്തേക്കു ഞങ്ങൾക്ക് എല്ലാവരും ഗൊന്തുണ്ട് ആരും നിസ്കരിക്കുമ്പോൾ പ്ലേറ്റിൽ ഫുഡ് കൊണ്ടേ വെച്ചിട്ട് എന്താക്കില്ല ആരും തിന്നില്ല അപ്പോൾ തിന്നരെ ചൊല്ലുമ്പോൾ എന്താ ಅವರು ഞങ്ങൾ നിസ്കരിക്കരേക്ക് മുന്നോല് ചിലപ്പോൾ അതുകൊണ്ടേ ടിക്കറ് നിസ്കരിക്കരേക്ക് മുന്നോല് ഉദോ ഇന്നെങ്കും നിസ്കരിക്കരേക്ക് മുന്നോല് പല്ല് തേക്കണു മിസ്വാക്കാക്കണു ചൊല്ല കാരണം ബായിൽ പല്ല് റെഡയിൽ കുടുങ്ങി ടിക്കറ് ಅದೆಲ್ಲ ತಿನ್ನೋದು ಎಂದ್ರೇಲಿ ಪೆಡ್ರಿ ಗೊಂತಿಲ್ಲ ಅಂಟು ಪೋಯಂಗೆ ಅದು ಬೇರೆ ವಿಷಯ ಅದು ಗೊಂತಿന്നിട്ട് പോയിട്ടായി അതെന്താ അവിടെ നിസ്കാരത്തെ ബാത്തിലാക്കിരു ചൊല്ലതായിട്ടിരിക്കും അതേപോലെ ഇൻകിഷാഫുൽ ഔറ ഞങ്ങൾ ഔറത്ത് പറുത്തുകാണ്ടേ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഔറത്ത് വെളിവായെങ്കിൽ നിസ്കാരം എന്താ അവർ ബാത്തിലവറും അതേപോലെ പിന്നെ നിസ്കാരത്തിൽ അനാവശ്യമായിട്ടുള്ള എനിക്കത്തെ ചലനം എന്താ ചില ആൾമാർ എന്താ എപ്പോഴും ചില ആൾമാരെ കൈ താടിയിലേക്ക് നിസ്കാരം തുടങ്ങിയെങ്കിൽ തുടങ്ങുறாரு ഇതിരമേ ചില ഉലമാക്കന്മാർ എതിർത്തറാറ് എപ്പോഴും താടി ഇങ്ങനെ ഇതാക്കി ഓയിക്കരെതിരെ ഇബ്നു സിമിന്റെ പോലത്തെ പണ്ഡിതന്മാരിൽ എതിർത്തറാറ് കാരണം താടി പോണുക അത് കാരണം അവരുണ്ടല്ല ചില ആൾമാർ ചൊന്നറ അങ്ങനെ നിസ്കാരത്തിൽ തലച്ചോരിരെ തൊപ്പിയിട്ട് ചില ആൾമാർ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഇതാണ് ഒരു അതിലെ വിഷയത്തിലൊരു ഇത് കണ്ടത് അതായത് ചില ആൾമാർ എന്താക്കാറ് ഉതെടുത്ത് ബണ്ടാറ് ഉതെടുക്കുമ്പോൾ കൈ മേലാക്കി ടിക്കറാറ് പാൻറ്റെല്ലാം മേൽ നിസ്കരിക്കോ കൈ കെട്ടിയാൽ പിന്നെ ಕೈ ಸರಿ ಹಾಕ್ರೆ ಪಿನ್ನತ್ತಲ್ಲಿ ತೊಪ್ಪಿ ಎಲ್ಲ ಸರಿ ಹಾಕ್ರೆ ತಾಡಿ ಎಲ್ಲ ಸರಿ ಹಾಕ್ರೆ ಪ್ಯಾಂಟೆಲ್ಲ ಕೀಳಾಕ್ರೆಪ್ಪ ನಿಸ್ಕರಿಕೋಗು കൈകെട്ടിയാൽ പിന്നെ അത് നിസ്കാരത്തെ എന്തിനാക്കറ് ബാത്തിലാക്കറ് അനാവശ്യമായ രൂപത്തിലുള്ള ഈ ചലനം ഉണ്ടല്ലോ അത് നിസ്കാരം ആവശ്യമായത് പ്രോബ്ലം ഇല്ല അനാവശ്യമായ രൂപത്തിലുള്ള ഇക്കത്തെ ചലനം നിസ്കാരത്തെ എന്തിനാക്കറ് ബാത്തിലാക്കറ് അതേപോലെ ഉദു മുറിഞ്ഞിട്ടായെങ്കിൽ പിന്നെ എന്തായിട്ട് നിസ്കാരം ബാത്തിലായിട്ട് പിന്നെ നിസ്കാരത്തെ സുന്നത്തായിട്ടിക്കറ് ഇതല്ലാത്തെ ഞങ്ങൾ പഠിച്ചതെല്ലാം എന്തിനായിട്ടിക്കറ് നിസ്കാരത്തെ സുന്നത്തിൽപ്പെട്ടതായിട്ടിക്കറ് അപ്പോൾ ഇവിടെ സഹൂറെ സുജൂദ് ഞങ്ങൾ ചൊന്ന ആ സഹൂറെ സുജൂദ് ഒന്ന് ഷോർട്ട് ആക്കി ഉണ്ടായെങ്കിൽ 3 കാരണം കൊണ്ടിട്ട് സഹൂറെ സുജൂദ് ഉണ്ട് ഒന്നാമത്തേത് സിയാദത്ത് ചൊന്നെങ്കിൽ യാറായെങ്കിൽ ഉള്ളത് ഏതെങ്കിലും ഒരു വിഷയ നിസ്കാരത്തിൽ ഞങ്ങൾ യാറായിട്ട് 4 റക്അത്തുള്ള നിസ്കാരം 5 റക്അത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ എന്തുണ്ടു സഹൂറ സുജൂദ് ഉണ്ട് ആ സഹൂറ സുജൂദ് എങ്ങനെ ആക്കുള്ളത് സലാമുൽ പിന്നെ ഇട്ടിക്കറ ആ സഹൂറ സുജൂദിൽ ഇപ്പോൾ 4 റക്അത്ത് നിസ്കാരം ഒരാൾ 5 റക്അത്തായി നിസ്കരിച്ചു ഇല്ല സലാമുൽ പിന്നെ യാറെ നിസ്കരിച്ച് സിയാദത്ത് വന്ന് യാറെ നിസ്കരിച്ചെങ്കിൽ സലാം വീട്ടിൽ പിന്നെ ഇട്ടിക്കറ സഹൂറ സുജൂദിൽ രണ്ടാമത്തേത് കൊറോടി ಬಂಡೆ ചൊന്നെങ്കിൽ നുപ്പാട്ട് നാ ചൊന്ന പോലെ ഏതെങ്കിലും ഒരു വാജിബാത്ത് മിസ്സായിട്ട് അങ്ങനെ കൊറോടി ಬಂದೇಂಟಾയെങ്കിൽ ಅವನು ಸಹೂರ ಸುಜೂದ್ ಹಾಕುವುಲೆಪ್ಪ ಸಲಾಮುಗು ಮುನ್ನಲು
സഹൂറ സുജൂദാക്കിയിട്ട് അവിടെ എന്താക്കണം സലാം വീട്ടണം. പിന്നെ മൂന്നാമത്തെ ഒന്നുണ്ട് അപ്പ ഏത് അത് റുക്കുന് മിസ്സായെങ്കിൽ ആ കൊറോടിയായത് രണ്ട് രൂപത്തിലുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ പഠിച്ചത്. റുക്കുന് മിസ്സായെങ്കിൽ ആ റുക്കുന് റിപ്പീറ്റും ആക്കണം, പിന്നെ സഹൂറ സുജൂദ് സലാം വീട്ടിലേക്ക് മുന്നോട്ടാക്കണം. അപ്പൊ റുക്കുൻ എന്തായെങ്കിൽ റിപ്പീറ്റ് ആക്കണം. വാജിബാത്ത് മിസ്സായെങ്കിൽ ആ റക്കാത്ത് റിപ്പീറ്റ് ആക്കില്ല. പിന്നെ എന്തിനാ അവർ ഞങ്ങൾ റുക്കുനും വാജിബാത്തും രണ്ടും പഠിച്ചല്ലേ. ഒരാളുടെ റുക്കുനും മിസ്സായെങ്കിൽ ആ റക്കാത്തും റിപ്പീറ്റ് ആക്കണം, സലാം വീട്ടിലേക്ക് മുന്നോട്ട് സുജൂദും ഇടണം. വാജിബായിട്ടിക്കർ മിസ്സായിട്ടായെങ്കിൽ ആ റുക്കുന് റിപ്പീറ്റ് ആ വാജിബ് റിപ്പീറ്റ് ആക്കില്ല. ഇപ്പൊ എന്തിനാ ಅವರು സുജൂദാക്കി മേയർ കൺഫ്യൂസ് ആയിത്താ. ആ റക്കായത്ത് നിസ്കരിക്കണു പ്ലസ് അത് മൂന്നാമത്തെ ബണ്ട്. ഇപ്പൊ ഇത് ജണ്ട ഇത്തല്ലേ. ഇനി മൂന്നാമത്തേത് ഷക്ക് സംശയ. ഇപ്പൊ ഈ ചൊന്ന പോലെ മൂന്നാമത്തേത് സംശയ ബന്ത്. 3 4 അല്ലെങ്കിൽ 4 അവർ ഡൗട്ട് ബന്ത്. അങ്ങനെ അപ്പൊ അവനെന്തിനാക്കണം. അപ്പൊ അവനുക്ക് ഗ്യാരണ്ടി ഉള്ളത് ഏത്. ഇപ്പൊ നാല് നിസ്കരിച്ചിട്ട് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അവನು സഹൂറ സുജൂദ് ഇട്ടിട്ട് സലാം വീട്ട. ഇനി അവനുക്ക് സംശയം ഉണ്ടുണ്ടായെങ്കിൽ അവൻ എന്താക്കണം, ഒരു റക്കാത്ത് നിസ്കരിച്ചിട്ട് ഇതേപോലെ സഹൂറ സുജൂദ് ഇട്ടിട്ട് അവನು സലാം വീട്ടാ ചൊല്ലതേറ്റിക്കർ. ഇത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായിക്കത്തെ ഒരു വിഷയറ്റിക്കർ. ഇനി ഒരേ റക്കായത്തിലൂടെ ഒന്ന് രണ്ട് വിഷയം എന്നാണ് ആഡ് ആക്കറ്. ഒരേ റക്കായത്തിൽ 1-2 വാജിബാത്ത് മിസ്സായിട്ട് രണ്ട് വാജിബ് മിസ്സായെങ്കിൽ എത്ര സഹൂറ സുജൂദ് ഇടണം. ഒരേ സഹൂറ സുജൂദ് ഇട്ട മെയ്യാവും. ജണ്ടല്ലാതെ 2 വാജിബ് മിസ്സായെങ്കിൽ ഒരേ സഹൂറ സുജൂദായിട്ട് ഇക്കർ അവನು ഇടണായത്. അത് നിസ്കാരത്തെ ലാസ്റ്റിലായിട്ടിക്കർ അവನು ആക്കണായത്. ആ സുജൂദ് ജണ്ടുണ്ടു. ഒരു മറന്നേക്ക് ഒന്നുകു മയ്യ അവരുണ്ട്. സുജൂദ് ജണ്ടുണ്ടു. ആ സുജൂദ് ഒന്നല്ല ചെന്നേ. ജണ്ട് പട്ട മിസ്സായിക്ക് 4 സഹൂറ സുജൂദാക്കുകയില്ല. ഒരു മറന്നതിരെ സുജൂദാക്കിയെങ്കിൽ മയ്യ അവർ ചൊല്ലതായിട്ട് മനസ്സിലാക്കുകയുള്ളത്. അതേപോലെ സഹൂറ സുജൂദുക്ക് പ്രത്യേകമായിട്ട് എന്തില്ല ദുആ എന്തും. സഹൂറ സുജൂദുക്ക് പ്രത്യേകമായ ദുആ ഇല്ല. സാധാരണ സുജൂദിൽ ചൊല്ലെ അതേ ദുആ ഇട്ടിക്കർ സഹൂറ സുജൂദിലും ചൊല്ലുള്ളത് ചൊല്ലായിട്ടിക്കർ. ഇനി ഒരാൾ നിസ്കാരത്തിക്ക് ലേറ്റായിട്ട് വന്നത് അതിൽ ചമ്മ മസാലുണ്ട്. നനപ്പ് അവർ തോറുന്നു ഇതിലുള്ള നോട്ടാക്കിയിട്ട് ചിലത് മാത്രം ഞാൻ ചൊന്നുള്ളു. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ ചൊല്ലാം. അപ്പോൾ ഒരാൾ മസ്ബൂക്ക് ചൊന്നെങ്കിൽ നിസ്കാരത്തിക്ക് ലേറ്റായി വന്നത്. അപ്പൊ അവನು ഇമാമുകു തപ്പിർ അപ്പൊ ഇമാമു സുജൂദ് ഇട്ടോണ്ടു. അപ്പൊ അവനെന്താക്കണു, ಅವನು ಇಮಾಮರೊಟ್ಟಿಗೆ ಸುಜೂದ್ ಇಟ್ಟಿಟ್ಟು ಅವನಿಗೂ ನಷ್ಟಪಟ್ಟದ್ರೆ ಎಂದಾಕೋನು ಅವನು ರಿಪೀಟ್ ಹಾಕಿಂಗಿತ್ತು. ಅವನು ಬದಲೇ ಅವನು ಬೇರೆ ಸುಜೂದಿನ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಏನೇ ಇದು ಇಮಾಮು ಸುಜೂದು ಸಲಾಂ വീട്ടിയൽ പിന്നെ ഇട്ട സുജൂദ് ഉണ്ടായെങ്ക ಅವನು സുജൂദ് ഇടകില്ല. ಅವನು എന്താ ಹಾಕಿಂಗಿತ್ತು അവിടെ വെയിറ്റ് ಹಾಕಿಟ್ಟು ಅವನು ಅವನ നിസ്കാര ബാക്കിಂಗಿತ್ತು. ഇമാം സലാം വീട്ടിനടുത്തോളം വെയിറ്റ് ಹಾಕೋನು. വെയിറ്റ് ಹಾಕಿಟ್ಟು സലാം വീട്ടിയൽ പിന്നെ ಅವನು നിസ്കരിക്കും. ഇമാമರ സുജൂദ് ಅವನು എന്താ ಹಾಕರ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಅವನು ആക്കര ആവശ്യകത ഇല്ല. ഇത്രയും വിഷയത്തിൽ ഈ സുജൂദര വിഷയത്തിൽ നമുക്ക് പഠിക്കുള്ളത്. അപ്പൊ ഇത് ഇതെല്ലാം മൈന്യൂട്ടായെങ്കിൽ ചമ്മ വിഷയ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ പാലിക്കണം. കുറേ ടൈമുണ്ട്. ചിലതെല്ലാം ഞാൻ ಏನೊಂದು രണ്ട് വിഷയം ചൊല്ല. അപ്പൊ ഇത് ഏകദേശം എല്ലാം ബന്ത് നിസ്കാരത്തെ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം ഇതിലെന്തായിട്ട് ബന്ത്. ഇനി ഞങ്ങൾ ശ്രദ്ധിക്കുള്ളത് സുജൂദും റുക്കൂഴുമായിട്ടിക്കർ പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുകയുള്ളത്. സുജൂദിലും റുക്കൂഴിലും യാറത്തെ തപ്പും ബണ്ടേ ഒന്നാമത്തെ ഭാഗമായിട്ടിക്കർ റുക്കൂഴിൽ എന്താവുള്ള ಅದರ ರೂಪ ശരിയാവില്ല ചൊല്ലുന്നത്. റുക്കൂഴ ರೂಪ ನಂಗೆ ಗೊತ್ತುണ്ടല്ലോ എങ്ങനെ പറഞ്ഞു. ആ ഒരു ഫ്ലാറ്റ് ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പിലായിട്ട് കാണ്ട രൂപത്തിലായിട്ടിക്കർ റുക്കൂഴ ರೂಪവുള്ളത്. അപ്പം ആ രൂപത്തിലാവുക ഞങ്ങൾ എപ്പം ഞങ്ങൾ ശ്രദ്ധിക്കണോ. അതില്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തെ എന്താ ഒരു ബാധിക്കരുത്. അതേപോലെ സുജൂദിലും ചില ആൾമാർ എന്താക്കാറ് നെത്തിൽ സുജൂദാക്കാറ്, മൂക്ക് നിലത്ത് തട്ടിട്ടിക്കില്ല. അതേപോലെ പിന്നെ ചില ആൾമാർ രണ്ട് കൈയും നിലത്ത് വെച്ചിട്ട് വിശ്വാസം അതൊരു വിഷയത്തിൽ ചൊന്നത് ಗೊತ್ತುണ്ടല്ലോ. ഒരു പ്രത്യേകമായ ഒരു മൃഗത്തെ പേര് വിശ്വാസം ചൊന്തു. ആ മൃഗ കൽബ് നായായിട്ടിക്കർ വിശ്വാസം ചൊന്നു അക്രമക്കുമുള്ള. ആ നായി കിടക്കുന്നത് പോലെ നിങ്ങൾ എന്താക്കൂത്തീര, നിങ്ങൾ സുജൂദ് പോണത്തീര. അത് ಯಾರತ್ತೆ ಆಲ್ಮಾರು ಎಂದಾಕ್ರಾರು അങ്ങനെ ആക്കറാറ്. അപ്പം അങ്ങനത്തെ ആൾമാരെല്ലാം കണ്ട് ഗൊന്തില്ലാത്ത സുബലൈറ്റിക്കും ഞങ്ങൾ എന്താക്കണം, അങ്ങനത്തെ ആൾമാർക്കെല്ലാം ഞങ്ങൾ ചൊന്തു കൊടുക്കണു ചൊല്ലത് ഇട്ടിക്കറോട് നമുക്ക് ചൊല്ലകൊള്ളത്. ഇനിയിപ്പോൾ ഈ ചൊന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കും. ഇവിടെ ഇതിലിപ്പോൾ ഏകദേശം ചമ്മ വിഷയം ഉണ്ടു. അതിലാണ്
പ്രധാനമായിട്ട് നോക്കിയിട്ട് ചൊന്നിട്ട് മാത്രമേ ഇൻഷാല്ല. ഇനി എന്തെങ്കിലും ഇപ്പം ചൊന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കറു ഇൻഷാല്ല. അത് ഗൊന്തിണ്ടെങ്കിൽ ഇൻഷാല്ല അതൊന്ന് ക്ലിയർ ആക്കി ചൊല്ലാം. എന്തെങ്കുണ്ടാ സുജൂദുൽ കാല് ബേക്കരുത്. സുജൂദുൽ കാല് എങ്ങനെ ബേക്കുള്ളത്? സുജൂദുൽ കാല് ജണ്ട് മുട്ടാക്കിയിട്ട് ബേക്കും. അത് മുട്ടാക്കിനെ ചൊല്ലുമ്പോൾ ചില ആൾമാർ എന്തരമാ ഒരു എന്തരെ ചൊല്ലേ ഒരു ഇങ്ങനെ ആക്കി ബേക്കറ. അങ്ങനല്ല, സമാധാനത്തിൽ മുട്ടാക്കി ബേക്കുക ഇട്ടിക്കുന്ന വിശ്വാസം. ಅದರ ವಿಷಯത്തിൽ ಬಂದೆ ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമാവും. ഹദീസ് അവിടെ ഇട്ടത് മിസ്സായിട്ട് അങ്ങനെ ഇട്ടിക്കറ് കാല് ബൈക്കുള്ളത്. പക്ഷെ അത് പിക്ചറെല്ലാം വെച്ചെങ്കിൽ ശരി മനസ്സിലാവുക, അല്ലാണ്ടത് മനസ്സിലാവല്ല. വേറെ എന്തെങ്കിലും ഉണ്ടാ? ദച്ചിട്ട് എനിക്കിപ്പോ സുജൂദരെ ദയിച്ചത് അത് അൽ ജിൽസത്തുൽ ഇസ്തിറാഹ ചൊല്ലാർ. ഇസ്തിറാഹത്തിന് വേണ്ടിയിട്ട് ദയിക്കരേട്ട്. അതിന്റെ വിഷയത്തിൽ ഉലമാക്കന്മാരുടെ രണ്ട് അഭിപ്രായമുണ്ട്. ഇബ്നു ഉസൈമീൻ്റെ പോലത്തെ പണ്ഡിതന്മാർ ചൊല്ലത് അങ്ങനത്തെ ഒരു ജിൽസ്, അങ്ങനത്തെ ഒരു ദയിക്കൽ ഇല്ലാണ്ടായിട്ടിക്കറ്. കാരണം ഇബ്നു ഉസൈമീൻ ಅದಕ್ಕೆ ಕಾರಣ ചൊന്നത് നിസ്കാരത്തിൽ എല്ലാ ജാഗലും എന്തുണ്ട്, എന്തെങ്കിലും ഒരു ദിക്കറുണ്ട്. എല്ലാ ജാഗ നിങ്ങൾ നോക്കൂ, ദിക്ര നിക്ര എല്ലാ ജാഗലും ഒരു ദിക്കറുണ്ട്. ആ ജാഗൽ എന്തിരില്ല, ഒരു പ്രത്യേകമായ ഒരു ദിക്ര, ഒരു പ്രത്യേകമായ ദുആ ഒന്നില്ല. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ ചൊന്തു അങ്ങനെ ഒരു ജിൽസ് എന്തിരില്ല, ഒരു ജിൽസത്തുൽ ഇസ്തിറാഹ ചൊന്തൊരു ജിൽസ് ഒരു ദൈക്കൽ സിഫത്തു സലാത്തിൽ നബിരെ നിസ്കാരത്തിൽ ഇല്ല. മാത്രം ഒരാൾക്ക് നീ ദൈക്കർ ആവശ്യകತೆ ഉണ്ടുണ്ടായെങ്കിൽ അവിടെ എന്താക്കാം വേണമെങ്കിൽ അവനുക്ക് ദയിക്കാം. അല്ലാത്ത ചില ഉലമാക്കന്മാർ ചൊന്നാർ ആ ജിൽസ ഉണ്ടു, അത്ര അത് എങ്ങനെ അത് ദയിക്കരെങ്കിൽ എങ്ങനെ ദയിക്കണം, അതൊരു ഇസ്തിറാഹത്ത് ആവണം. എങ്ങനെ സമാധാനത്തിൽ ദച്ചിട്ട് പിന്നെ എന്താക്കണം, ആ ദയിക്കരെങ്കും എന്താക്കണം സമാധാനത്തിൽ ദച്ചിട്ട് പിന്നെ ഇട്ടിക്കണം. അവൻ എന്താക്കണായത് അവನು ಎಣಿಕೊಣಾയത്. അപ്പം ಅದೇ ಇಟ್ಟಿಕ್ಕಿದ್ರೆ ಸರಿ ಅಭಿಪ್ರಾಯ. ಇನ್ನು ದೈಕ್ರೆಂಗು ಎಂದರೆ ಚಲಾಲ್ಮಾರು പേರಿಗೆ ദൈക്കര പേരുകല്ല, അത് സമാധാനത്തിൽ ദച്ചിട്ട് ഇട്ടിക്കൊണ്ട് എന്താക്കണായത് എണിക്കൊണായത്. അവിടെ പ്രത്യേകമായിട്ട് ദിക്കറ ദുആ എന്തുമില്ല. അല്ല അതേ ഞാൻ ചൊന്നേ, അത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലായിട്ട് ചൊല്ലത്. അപ്പൊ പണ്ഡിതന്മാർ ചൊന്നത് ഇബ്നു ഉസൈമീൻ ചൊല്ലത് അതെന്തരല്ല, അത് സിഫത്തു സ്വലാത്തിൻ നബി, നബിയുടെ സ്വലാത്തിന്റെ നിസ്കാരത്തെ ഒരു ഭാഗമല്ല, സുന്നത്താവുള്ള ഇബ്നു ഉസൈമീന്റെ അഭിപ്രായം. ಅದಕ್ಕೆ ಕಾರಣ എന്തിരെ ചെന്നിട്ടായെങ്കിൽ ഈ അവിടെ എന്തിരില്ല എല്ലാ നിസ്കാരത്തെ എല്ലാ ഭാഗത്തിലും എന്തിരുണ്ടു, എന്തെങ്കിലും ഒരു ദിക്ര, ഒരു ദ്വാ, ഒരു തസ്ബീഹ എന്തെങ്കിലും എല്ലാ ഭാഗത്തുണ്ട്. അവിടെ എന്തിരില്ല, എന്തുമില്ല. അപ്പൊ എന്തെങ്കിലും ഇന്ന് കാരണം നിസ്കാര ചൊല്ലത് എന്തിരെ ദിക്റും ദ്വാവും തക്ബീർ ആയിട്ടിക്കറ് തസ്ബീഹും ആയിട്ടിക്കറ് നിസ്കാര ചൊല്ലത്. അപ്പൊ അവിടെ എന്തുമില്ല. അതുകൊണ്ട് അതൊരു സുന്നത്തായിരുത്തല്ലാണ്ടായിട്ടിക്കറ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായം. ഇനി അതല്ല ദയിക്കണു ചൊന്ന പണ്ഡിതന്മാരെ എങ്ങനെ ദയിക്കോ ചൊന്നേ, പേരുകുള്ള ദയിക്കലല്ല, പിന്നെന്തിരെ അവന്റെ അത് പണ്ഡിതന്മാർ ചൊല്ല അവന്റെ എല്ലാ എല്ലാ ശരീരത്തെ എന്തിരെ ചൊല്ലേ ഭാഗവും ഒന്ന് സമാധാന അവരോടത്തോളം അവനവിടെ ദയിക്കണം. പിന്നെ കൈകുത്തിട്ട് അവನು ಎಣಿಕೊಣು ചൊല്ലത് ഇട്ടിക്കറ് പണ്ഡിതന്മാർ. എണിക്കുമ്പോൾ അത് സുന്നത്തായിട്ടിക്കറ്. വിശ്വാസലമ ചൊന്ന പോലെ പിട്ട് എന്തിരെ ചൊല്ലേ പിട്ടറെ ഇതാക്കറ പോലെ കുത്തിട്ട് എണിക്കൊണു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് സുന്നത്തായിട്ടിക്കറ്. അതെ, തക്ബീറത്തുൽ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലെങ്കിൽ തക്ബീർ കൈ ഉദ്ദാക്കൽ ചൊല്ലത് വ്യത്യസ്തമായ സന്ദർഭത്തിലിട്ടു. ഒന്നപ്പ ഫസ്റ്റ് തക്ബീർ കെട്ട അതിപ്പോ ಲೇಟೆಸ್ಟ್ ಹುಸೇನ್ ಸಲಫಿ ಕ್ಲಿಪ್ ಬಂತಿಂತದಲ್ಲಿ ಅಲ್ಲೇ ಬಂತಿತ್ತು. 4 ಹುಸೇನ್ ಸಲಫಿ ಕ್ಲಿಪ್ ಲೇಟೆಸ್ಟ್ ಬಂತಿಂತದಲ್ಲಿ. ഒന്നപ്പ ഫസ്റ്റ്, പിന്നെ അല്ല റുക്കുവരെ എനിക്കും ഒത്തുകൊണ്ടല്ലേ, റുക്കുവരെ എനിക്കും ഒത്തുകൊണ്ടു. പിന്നെ മൂന്നാമത്തെ റക്അത്തിക്ക് എനിക്കും ഒത്തു. 4 റുക്കു പോണ്ടേക്ക് മുന്നോളുള്ളത്. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, രണ്ടാമത്തേത് ഞങ്ങൾ കൈ കെട്ടിട്ടിക്കറ റുക്കുവക്ക് പോകുമ്പോഴത്തേക്ക് കൈ ഉദ്ദാക്കിയിട്ട് റുക്കുവക്ക് പോകണം. മൂന്നാമത്തേത് റുക്കു വരെ ഞങ്ങൾ എനിക്കും ഒത്തുക്കും. നാലാമത്തേത് മൂന്നാമത്തെ റക്അത്തിന് രണ്ടാമത്തെ റക്അത്തിന് മൂന്നാമത്തെ റക്അത്തിക്ക് എനിക്കും ഒത്തുക്കും. ചില ഉലമാക്കന്മാർ ചില ഹദീസ് വെച്ചിട്ട് ചൊന്നറാറ് മൂന്നാമത്തെ റക്അത്തിന് ഞങ്ങൾ എണിക്കറല്ലേ അപ്പം ഒരു തക്ബീർ ഉണ്ടു ചൊന്തു ചില ഉലമാക്കന്മാർ ചൊന്നത്. ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കന്മാർ ചൊന്നത് കാണുക. അപ്പൊ അത് വെച്ച് നോക്കണമെങ്കിൽ 5 വട്ടമുണ്ട് ഉണ്ടു. അപ്പൊ 5 വരും. ഇപ്പൊ ഈ ചൊന്നതും പ്ലസ് മൂന്നാമത്തെ റക്അത്തിന് എനിക്കുമൊത്തു, രണ്ടാമത്തെ റക്അത്തിന് എനിക്കുമൊത്തുകുമുണ്ട്, മൂന്നാമത്തെ റക്അത്തിന് എനിക്കുമൊത്തുകും ഉണ്ട് ഉണ്ടായിട്ടിക്കറ് ചില പണ്ഡിതന്മാരെല്ലാം ചൊല്ലും.
ನಾನಿಪ್ಪ ಚೊನ್ನದುಂಡಲ್ಲೇ ಅದು ಉಂಡು, ಅದು 4 ಉಂಡು, ಅದು ಎಲ್ಲರೂ ಅಂಗೀകരിக்கிற ವಿಷಯ. ഇല്ല, ഒന്നാമത്തെ റക്അത്തിൽ എനിക്കൊന്നുമില്ല, അത് പ്രത്യേകമായിട്ട് സുന്നത്തായിട്ട് ഇല്ല. ഫസ്റ്റ് തശഹുദും ലാസ്റ്റ് തശഹുദും ಅಂದ್ರೆ എങ്ങനെ ദയിക്കറ്? ഒന്ന് തവർറുക്ക് ആയിട്ടിക്കറ്, ഒന്ന് ഇഫ്തിറാഷ് ആയിട്ടിക്കറ്. തവർറുക്ക് ചെന്നെങ്കിൽ എങ്ങനെ? എടത്തെ കാലിന്റെ മേൽ ദയിക്കണു, ബലത്തെ കാല് മടക്കി വയ്ക്കണു ചൊല്ലിട്ട്. ഇഫ്തിറാഷിന്റെ എഴുത്തെങ്ങനെ? ബലത്തെ കാലിന്റെ അടിക്ക് എടത്തെ കാലിട്ടിട്ട് നിലത്ത് ദയിக்கிறതായിട്ടിക്കറ് ഇഫ്തിറാഷിന്റെ എഴുത്ത. അപ്പൊ തവർറുക്കുരതായിട്ടിക്കറ് ഫസ്റ്റ് തശഹുദിൽ ദയിക്കുള്ളത്, ഫസ്റ്റ് തശഹുദിൽ. രണ്ടാമത്തെ തശഹുദിലും ഇതായിട്ടിക്കറ്. ഇനി അതേ സന്ദർഭത്തിൽ 2 റക്അത്തിൽ ഒരു തശഹുദുള്ള നിസ്കാരത്തിൽ ഏതാക്കണം? ഒരു തശഹുദുള്ള നിസ്കാരത്തിൽ ഫസ്റ്റ് തശഹുദിൽ എങ്ങനെ ദയിക്കണം? അതേ രൂപത്തിലായിട്ടിക്കറ് ദയിക്കണായത്. ഓക്കെ അല്ലേ? വേറെ എന്തുണ്ടാ? ടൈം ആയിത്തല്ലേ? ഇൻഷാല്ലാ എന്തെങ്കിലും ചൊല്ലു ഇൻഷാല്ലാ. കാരണം ಎಲ್ಲ ഇപ്പൊ വിഷയ ഡീപ്പായി പോകുന്ന ഒരു ക്ലാസ് മയ്യാവില്ല, ചെന്ന വിഷയം ഉണ്ട് അതിലല്ല. അപ്പം അത് ഇൻഷാല്ല തൽക്കാലം ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ആക്കാം. ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തെല്ല് ഡീപ്പായിട്ട് ഞങ്ങൾ മാത്ര കടത്തര ഇൻഷാല്ല. മാത്രം ഇത് ഞങ്ങൾ നല്ല ഡീപ്പായിട്ട് ഞങ്ങൾ നിസ്കാരന്തരാക്കും, ഞങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ആക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായിട്ടിക്കറ്. ഇത് ഞാൻ ഇതിലിപ്പോൾ ഇത് ഒരു കിതാബ്, ഈ വിഷയത്തിൽ നമുക്ക് ഒരു കിതാബ് ഞാൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏകദേശം 700 ആൾമാർക്ക് പണ്ടത് 700 തപ്പുരെ ആ ഒരു പണ്ഡിത കണ്ടെത്തിರು. 700 തപ്പ്. അതിൽ ഏകദേശം 35 തപ്പ് സൂറത്തുൽ ഫാത്തിഹത്ത് മാത്രമേ ഇട്ടിക്കൂ. സൂറത്തുൽ ഫാത്തിഹത്തിൽ മാത്രം പണ്ടത് 35 തപ്പായിട്ട് അതിൽ എന്താക്കിರು കൺസിഡർ ആക്കി. 700 ತಪ್ಪು ಬಂದಂಗೆ ನಿಸ್ಕಾರ ಬಾತಿಲಾವರದಲ್ಲ. 700 ತಪ್ಪು ನಿಸ್ಕಾರ ಅಂದ್ರೆ ಅವಲ್ಲ ಬಾತಿರಾವರ ವಿಷಯ ಅಲ್ಲ, ಮಾತ್ರ നിസ്കാരത്തെ ബാധിக்கிறതായ ഓരോ വിഷയ അതിലിങ്ങനെ പോയിന്റ് ഔട്ട് ആക്കിയത് ഞങ്ങൾക്ക് കാണുക സോദര. അതിലിപ്പോൾ ഞങ്ങൾ പഠിച്ചത് അതൊരു 40, 50 അല്ലെങ്കിൽ 35 വിഷയിക്കും 2 ക്ലാസ്സിലായിട്ട്. അല്ലാത്തേനും ചമ്മ ഉണ്ടാവും. അപ്പം ഞങ്ങൾ അത് ಯಾರ ഇൻഷാല്ല പഠിക്കുക ഞങ്ങൾ ശ്രമിക്കണം. ಅದಕ್ಕೊಂದು ಸಂದರ್ಭ ಕಂಡೆತ್ತಿಟ್ಟು ಇನ್ಶಾಅಲ್ಲಾಹ್ ನಂಗೆ ಪಡಿಕ ಅಲ್ಲಾಹುರೆ ದೀನರ ವಿಷಯ ಯಾರ ಪಡಿಕೋಗುം ദീനുമായിട്ട് ಯಾರ മുട്ടാകും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.